അനുഭവിച്ച ത്യാഗങ്ങൾ, കൊടുത്ത വില, കടന്നുപോയ വഴികൾ. സ്തോത്രം. സഹോദരിമാർക്ക് പറഞ്ഞാൽ വേഗത്തിൽ മനസ്സിലാകുമല്ലോ. സ്തോത്രം. ഒരിക്കൽ പോലും നിൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളുടെ നടുവിൽ ഒറ്റ കാര്യം ഞാൻ പറയാം, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും സത്യത്തിനു വേണ്ടി നിൽക്കുകയാണെങ്കിൽ, വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ, പുസ്തകം പറയുന്നു വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചാൽ, പറഞ്ഞാട്ടെ, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കിയിരിക്കും. കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചാൽ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ കർത്താവിന്റെ നാമം മഹത്വത്തിന് വേണ്ടി നിന്ന് ഓരോ ഭക്തന്മാരെയും ഭക്തമതികളെയും എടുത്ത് പഠിച്ചാൽ അവരെക്കാലത്തും ഒറ്റയ്ക്കായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ല പോകുന്നത്, ഞാൻ ബൈബിള് വായിച്ചിട്ടില്ല, പക്ഷെ വിശ്വാസിയാ. സ്തോത്രം. കല്ലുമല അപ്പച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞ വീ ഇല്ല, ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാ വേദിയിലും അപ്പച്ചനെ കുറിച്ച് പറയാറുണ്ട്. കാരണം എൻ്റെ വിവാഹം നടത്തി തരികയും എന്നെ ബൈബിൾ കോളേജ് പഠിപ്പിച്ചൊക്കെ അപ്പച്ചനാ. സ്തോത്രം. അങ്ങനെ ഒത്തിരി അപ്പച്ചന്മാരുണ്ട്. TP ജേക്കബ് അപ്പച്ചൻ, ഒത്തിരി പേരുണ്ട് കേട്ടോ. എം ചാക്കോ സാറ്, NC ചാക്കോ സാറ്, അവരൊക്കെ പഠിപ്പിച്ചെങ്കിൽ തന്നെയും സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. സ്തോത്രം. കല്ലുമല അപ്പച്ചനെ കുറിച്ച് എല്ലാ വേദിയിലും ഞാൻ പറഞ്ഞ പ്രസംഗിച്ചതുപോലൊക്കെ ജീവിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊക്കെ പുറത്ത് കിടന്നവരാ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ആ തീവ്രമായ പരിശോധനയുടെ നടുവിൽ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഞാൻ എല്ലാ സ്റ്റേജിലും അതൊന്ന് പറയും കേട്ടോ, മോനെ, മടങ്ങിയ മുഴങ്കാലും നിറഞ്ഞ കണ്ണും തകർന്ന ഹൃദയവും മലർന്ന കൈകളും നിന്റെ ജീവിതത്തിലുണ്ടോ, ലോകത്തിലൊരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ആരെല്ലാം നിനക്കെതിരെ നിന്നാലും, പ്രൈസ് ദി ലോർഡ്, അലറി വിളിച്ചു വരുന്ന സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവനെ എടുത്തെറിഞ്ഞാലും, സ്തോത്രം, പൊട്ടക്കുഴിക്കകത്ത് കിടന്നാലും, കാരാഗ്രഹത്തിന്റെ അനുഭവം ജീവിതത്തിൽ വന്നാലും, പൊത്തിപ്പേറിന്റെ ഭവനത്തിലെ പരീക്ഷകൾ ജീവിതത്തിൽ വന്നാലും, പത്മോസിന്റെ ഏകാന്തതയാണെങ്കിലും, 7 മടങ്ങ് ശക്തി കൂടിയ തീച്ചൂളയ്ക്കകത്താണെങ്കിലും, ഇന്ന് പകൽ ആത്മാവിൽ നിറവ് പ്രാപിച്ച ദൈവജനമേ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, അവിടെ സിംഹത്തിന്റെ വായടക്കുന്ന സാന്നിധ്യം ഇറങ്ങി വരും. അവിടെ തീയുടെ ബലത്തെ കെടുത്തുന്ന സാന്നിധ്യം ഇറങ്ങും. വിശ്വസിക്കുന്നവർ കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. സ്തോത്രം. ഏത് വേദിയിൽ പോകുന്നതിന് മുമ്പും സ്തോത്രം മാറിയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വചനം പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കാര്യം, സ്തോത്രം, സന്തോഷത്തോടെ പറയാം, പ്രിപ്പയർ ചെയ്യുന്ന ഒരു വചനവും സ്തോത്രം വേദി പറയാൻ പറ്റത്തില്ല. സ്തോത്രം. അവിടെ നിൽക്കുമ്പോൾ മറ്റുള്ള റൂട്ടിലൂടെ തമ്പുരാൻ അവിടെ ഇരിക്കുന്ന ജനത്തിന്റെ അവസ്ഥയറിഞ്ഞു. സ്തോത്രം. വ്യക്തികളുടെ ഭാരങ്ങൾ അറിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയാ ദൈവം ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രിയ സഹോദരി ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ പെട്ടെന്നൊരു വാക്യം എൻ്റെ ഉള്ളിലേക്ക് വന്ന് ഞാൻ ബൈബിൾ തുറന്നു നോക്കി. അത് തന്നെ ഇന്ന് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ ഉള്ളിലേക്ക് ദൈവം എൻ്റെ ഉള്ളിൽ സംസാരിച്ചു. സ്തോത്രം. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം വായിച്ചാട്ട്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കാൻ ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത് താങ്ക് യു സിസ്റ്റർ. നല്ല ശബ്ദത്തോടെ വായിച്ചതിന് നന്ദി. സഹോദരിമാരെ, ഒരു സ്തോത്രം പറഞ്ഞാൽ ഒരു ശക്തി വേണം. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ടവര് ഇവിടെ വീഡിയോ പിടിക്കുന്നു. സ്തോത്രം. മർത്തോമയിലെ ഒരു കൺവെൻഷൻ വെച്ചാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അവിടെ വെച്ചാണ് തോന്നുന്നു പരിചയപ്പെടുന്നത്. സ്തോത്ര അച്ഛന്മാർ നടത്തിയ കൺവെൻഷൻ ഈ വർഷമുണ്ട്. ഡിസംബർ 2-ാം തീയതി. സ്തോത്രം. മാത്രമല്ല CSI യാക്കോബ ഓർത്തഡോക്സ് സഹോദരിമാരുടെ മീറ്റിങ്ങുകൾ ഒക്കെ ഈ നാളുകൾ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈയിടെ എന്നെ ഒരു സഹോദരി ഒരു മീറ്റിങ്ങിന് വിളിച്ചു. ഓർത്തഡോക്സിലുള്ള ഒരു അച്ഛൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇത് ക്രിസ്ത്യാനികളുടെ മീറ്റിംഗ് അല്ല, ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വരുമെന്ന്. ഞാൻ പറഞ്ഞു, അയൽക്കൂട്ടമാണേലും ഞാൻ വരും. സ്തോത്രം. ഈ 4 പേര് കൂടി നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ അകത്തൊരു തിളപ്പല്ലേ, അയ്യോ യേശുവിനെ ഒന്ന് ഉയർത്താൻ. സ്തോത്രം. അതിൽ തൊഴിലുറപ്പുകാർ പണി ചെയ്തോട്ടെ, അവരുടെ അടുക്ക ചെന്ന് പറയും. ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് നിന്നുകൊണ്ട് പ്രസംഗിച്ച ആളാണ് ഞാൻ.
സ്തോത്രം. എവിടെ നിന്നും ബസ് സ്റ്റാൻഡ് ആണോ കിട്ടുന്ന സ്തോത്രം ജീവൻ തന്ന കർത്താവിനെ സ്തുതിക്കുന്നതിൽ എന്താ ലജ്ജിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് മറ്റുള്ളവർ എന്ത് പറയുന്നു നമ്മൾ നോക്കണ്ട. സ്തോത്രം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പോരാ, ഇത് 4 ചുവരിനകത്താ. പുറത്തോട്ട് ഇറങ്ങി എന്ന് പറയണ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. യേശുവിനെ അറിയാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. രക്ഷ എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്കറിയാവുന്ന രക്ഷയ്ക്ക് 30 ദിവസം, 60 ദിവസം, 90 ദിവസത്തെ കാലാവധിയുണ്ട്. ദേഹത്ത് പലയിടത്തും എഴുതി കെട്ടുന്ന രക്ഷയായിരുന്നു. കാലാവധി കഴിയുമ്പോൾ അഴിച്ചു കളയുന്ന രക്ഷയായിരുന്നു. പക്ഷെ നിത്യമായ രക്ഷയെ കുറിച്ച് വാസ്തവമായി തിരുവചനത്തിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, എങ്ങനെ മൗനമായിരിക്കുന്നത്? ആരുടെയും പരപ്രേരണയാലല്ല, ക്രിസ്ത്യാനി സപ്പോർട്ട് ചെയ്തത് കൊണ്ടല്ല, മറിച്ച് ലോകം തരാത്ത സമാധാനം തരുന്നവൻ, ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ എന്റെ ആനുപനാഥന്റെ, എന്റെ പ്രാണപ്രിയന്റെ സാന്നിധ്യമാണ് നമുക്ക് ധൈര്യം പകരുന്നത്. അറിയാമോ? സ്തോത്രം. ഒരൊറ്റ വ്യക്തിയുടെ മുമ്പിൽ നിന്ന് പോലും ഇതുപോലെ മുഖത്തോട് മുഖം നോക്കി പറയാൻ ഒരു കേൾപ്പില്ലാത്ത വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രനുള്ള കഴിവില്ലായിരുന്നു. പക്ഷേ ദൈവം നമ്മളെ ശക്തീകരിച്ച് കഴിഞ്ഞ് നമ്മൾ ആള് മാറും. സാധാരണക്കാരെ പറഞ്ഞാട്ട് അസാധാരണക്കാരാക്കി മാറ്റുന്ന ഈ ശക്തി, ഇതിനെന്ത് വേണമെന്നറിയാമോ? അത്യുന്നതന്റെ ശക്തി അകത്ത് പറയണം. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നതാ. അതിനെക്കാട്ടി വലിയ ബൈബിൾ കോളേജ് ഇവിടെ ഇല്ല. സ്തോത്രം. അപ്പം തിന്നതാ, പടക് നിറഞ്ഞതാ, നിന്ദിച്ചവന്റെ പടകിനെ മാടി വിളിച്ചു കൊടുത്തതാ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാ. പക്ഷേ ഒരു പെണ്ണിന്റെ മുമ്പിൽ പോലും ഞാൻ അവനോടൊപ്പം ഉള്ളതാണെന്ന് പറയാൻ കേൾപ്പില്ലായിരുന്നു. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ശക്തി അകത്തില്ലായിരുന്നു. പക്ഷേ മാർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കൂടിയിരുന്നവരുടെ ഇടയിൽ ഈ പത്രോസും ഉണ്ടായിരുന്നു. മുട്ടുമടക്കേന്റെ 10-ാം ദിനം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കൂടി വരുന്നവരുടെ മേൽ ഇറങ്ങി വന്ന ആത്മാവിന്റെ ചൈതന്യം, അത് പത്രോസിന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഒരു പെണ്ണിന്റെ മുമ്പിൽ നിൽക്കാൻ കൽപ്പില്ലാത്തവൻ 11 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നതും സാധാരണക്കാരനായിട്ടല്ല, ഒരു അസാധാരണ വ്യക്തിയായിട്ടാ. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റതല്ല, ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ എഴുന്നേറ്റതാ. പുറത്തുനിന്ന് വന്നവർ പറഞ്ഞു നിങ്ങൾ വീഞ്ഞു കുടിച്ച അല്ല സഹോദരന്മാരെന്ന് പറയാൻ എഴുന്നേറ്റതാ. പക്ഷേ ആത്മാവകത്തുള്ളവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുമ്പേ പറഞ്ഞല്ലോ 1 മണിക്കൂർ ഭരണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒന്നും ഒരുങ്ങാതെ ചെന്നാലും ദൈവാത്മാവിന്റെ നിറവിലാണ് നിൽക്കുന്നതെങ്കിൽ ആരെല്ലാം നിനക്ക് വിരോധമായി നിന്നാലും എഴുതിയാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും നീ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ വിശ്വസിക്കും, യഹോവയിൽ ആശ്രയിക്കും. യഹോവ തന്നെ സ്തോത്രം. അഭിഷേകമുള്ള ദാവീദിനോട്, ദൈവം തെരഞ്ഞെടുത്ത ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, അയ്യോ 1 2 നീണ്ട 38 വർഷമാ ഒരുത്തം കുന്തവും കൊണ്ട് പുറകെ ഓടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ അഭിഷേകമുള്ളവൻ പറയാ, ഓടുമ്പോഴും ഞാൻ പാടി. എത്ര പേർക്ക് പറ്റും ഓടുമ്പോ പാടാൻ? വെറും പാട്ടല്ല, സ്വർണ്ണഗീതം പാടിയെന്ന്. സ്തോത്രം. ഞാൻ ഈ വേദപുസ്തകം വായിച്ചപ്പോൾ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഏതായാലും ഈ ശൗല് അവന്റെ വാളെ വീണങ്ങ് തീരുവ, എന്നാ പിന്നെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ അഭിഷിക്തൻ ഇങ്ങനെ കിടന്നു ഓടേണ്ടി വരുവാൻ. ഈ പാവം പിടിച്ചത് കാടും മേടും മലകളും ഗുഹകളും വനാന്തരങ്ങളും താണ്ടി ഈ പാവം കിടന്ന് ഓടുക. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, പിന്നെ നീ ഏത് സങ്കീർത്തനം പാടിയേനെ? വെറും സങ്കീർത്തനല്ലോ, ഈ ഓടുമ്പോ പാടിയ സ്വർണ്ണഗീതം പാടിയെന്ന്. ഞാൻ ഓർത്തു, തമ്പുരാനെ 1 2 നീണ്ട 40 വർഷം ശൗല് ഭരിച്ചു, വെറും 2 വർഷമേ ദൈവാത്മാവേ ഭരിച്ചുള്ളൂ. കസേരയ്ക്ക് മാറ്റം ഉണ്ടായില്ല, കൗൺസിൽ മെമ്പറൊക്കെ ആയിരുന്നു. സ്തോത്രം. നേതാവ് മുകളിലിരുന്ന പിന്നെ, നേതാവ് ദുരാത്മാവിലിരുന്ന പിന്നെ അണികളുടെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല. സഹോദരിമാരെ ശ്രദ്ധിക്കേ,
ഭരണത്തിന് മാറ്റമുണ്ടായില്ല, കസേരയ്ക്ക് മാറ്റമുണ്ടായില്ല. 40 വർഷം ഭരിച്ചു. 2 വർഷമേ ദൈവാത്മാവിൽ ഭരിച്ചുള്ളൂ. ബാക്കി 38 വർഷവും കസേരയുണ്ടായിരുന്നു, ഭരണമുണ്ടായിരുന്നു, ദുരാത്മാവിലായിരുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, തെരഞ്ഞെടുക്കപ്പെട്ട ദാവീദിനൊരു കാര്യം അറിയാം. എന്നെ ദൈവമാണ് വിളിച്ചതെങ്കിൽ, എന്നെ തിരഞ്ഞെടുത്ത ദൈവമാണെങ്കിൽ വിളിച്ച വിശ്വസ്തനൊത്തവണ്ണം നടന്നാ മതി. തക്ക സമയമാകുമ്പോൾ ദൈവത്തിന്റെ നീതി വെളിപ്പെടും. പ്രാർത്ഥിക്കുന്നവനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാനെപ്പോഴും പറയുന്നത്, പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് എവിടെ ഉണ്ട്? എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. ആൻറ്റി, എനിക്കത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അനന്യാസിനോട് വന്ന് ദൂതൻ പറയാം, നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗലിരുന്ന് പ്രാർത്ഥിക്കുന്നു, നീ അങ്ങോട്ട് ചെല്ല്. അഡ്രസ് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. എവിടെ ഇരുന്നാ പ്രാർത്ഥിക്കുന്നത്? നേർവീതി യൂദയുടെ വീട്ടിൽ, സ്വർഗത്തിൽ അഡ്രസ് ദൂതൻ പറഞ്ഞു കൊടുക്കുക. അനന്യാസിനൊരു കാര്യം പറയാനുണ്ട്. തമ്പുരാനെ, ഇന്നലെ വരെ എങ്ങനെയുള്ളവനായിരുന്നു അവനെന്ന് എനിക്കറിയാം, അത് ഇന്നലെ. പക്ഷെ ഇന്ന് അവൻ എനിക്ക് വേണ്ടി ഉള്ളവനാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് സ്വർഗത്തിലുണ്ട്. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ, ജാതികനാ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവനല്ല, പക്ഷേ പ്രാർത്ഥിക്കാൻ മനസ്സൊരുക്കമുള്ളവനെയും ദൈവവചനത്തെ ഭയപ്പെടുന്നവനെയും ദൈവത്തെ മാനിക്കുന്നവനെയും, അതാ ഹാല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാനാ ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത്. രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചില്ല, പക്ഷെ വാഞ്ചയകത്തുള്ളത് കൊണ്ട്, ദാഹമകത്തുള്ളത് കൊണ്ട്, ദൈവത്തോട് സ്നേഹവും ഭയവും ഉള്ളത് കൊണ്ട് അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിച്ചെന്നു. എന്നിട്ട് അവന്റെ കുറവശങ്ങളെ പരിഹരിക്കുവാൻ കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലിരിക്കുന്ന പത്രോസിനെ വിളിച്ച് നീ പ്രസംഗം കേൾക്കാൻ. ദൂതൻ വന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും അങ്ങ് വന്നു. അങ്ങനെ എഴുതിയേക്കുന്നത്. പ്രാർത്ഥനയും സ്വർഗത്തിലെത്തി, ധർമ്മവും സ്വർഗത്തിലെത്തി. പക്ഷെ നീ അങ്ങ് വരണമെങ്കിൽ കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്, വിളിച്ച് പ്രസംഗം കേൾക്കാൻ. പത്രോസിനും ദർശനം കൊടുത്തു. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആരെവിടെ പ്രസംഗിക്കണമെന്നും ആരെവിടെ നിൽക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് സംഘാടകരല്ല, തമ്പുരാനാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥന പോരാളികളായി മാറണം. സഹോദരിമാരെ, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥന പോരാളികളായി മാറണം. പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. ഞാൻ പറയാറുണ്ട്, പാടാൻ എളുപ്പം. സ്തോത്രം. ഇന്നലെ ഞാൻ പറയുകയായിരുന്നു, ബാംഗ്ലൂർ ഇതിനകത്ത് പല സഹോദരിമാരും ഉണ്ടായിരുന്നു, കൊട്ടാരക്കരയിലുള്ള. എന്നെ ആരൊക്കെയോ വിളിച്ചു. സ്തോത്രം. കൊട്ടാരക്കര മേഖലയിൽ പല സഹോദരിമാരും ഇന്നലെ ബാംഗ്ലൂർ മീറ്റിങ്ങിനുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെയൊക്കെ പരാതിയാണ്. പ്രസംഗിക്കാൻ എളുപ്പമാ, പാടാൻ എളുപ്പമാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ മരണം നടന്ന വീട്ടിലൊക്കെ നമ്മൾ ഈ വന്നിരുന്ന് പാടും. ബോഡി കിടക്കുമ്പോൾ അവിടെ പോയിരുന്ന് കരഞ്ഞുകൊണ്ട് നമ്മൾ പാടും, മുമ്പേ പോയിടുന്നവർ അവിടെ പാടും. പിന്നെ പിറ്റേ ഞായറാഴ്ച ഇവിടെ വന്നിരുന്നുകൊണ്ട് പറയാം, കഴിഞ്ഞ ഒരാഴ്ച അനേകായിരങ്ങൾ പട്ടുപോയി, ഞങ്ങളെ ഇപ്പോഴും. സ്തോത്രം. ഹല്ലേലൂയ. പാടാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ജീവിതം ഭയങ്കര പ്രയാസമാണ്. സ്തോത്രം. ഇതിനെ എല്ലാം അതിജീവിക്കുന്ന ദൈവത്തിന്റെ കരുത്താണ്. പ്രതിസന്ധികളെ അതിജീവിക്കുക, വെല്ലുവിളികളെ അതിജീവിക്കുക, പ്രലോഭനങ്ങളെ അതിജീവിക്കുക. സ്തോത്രം. ഒറ്റയ്ക്ക് മതിയെന്ന് സിംഹഗുഹയ്ക്കകത്ത് വീണ ദാനിയേലിനോട് ചോദ്യം. അവൻ പറയും, സകല വാതിലും എന്റെ മുമ്പിൽ അടഞ്ഞാലും പ്രാർത്ഥനയുടെ വാതിൽ ഞാൻ അടയ്ക്കത്തില്ല. സ്തോത്രം. ഒരു തീരുമാനം എടുത്ത് ഇതിനകത്ത് നിന്ന് പോകാവൂ. ഹല്ലേലൂയ. സകല വാതിലും അടഞ്ഞോട്ടെ, പക്ഷേ ഞാൻ പതിവ് തെറ്റിക്കത്തില്ലെന്ന് അർത്ഥം. പതിവ് തെറ്റിക്കാതെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സിംഹം തന്റെ പതിവ് തെറ്റിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സകല വാതിലുകളും അടഞ്ഞാലും പ്രാർത്ഥനയുടെ വാതിൽ ഞാൻ അടയ്ക്കത്തില്ല. ശബന സെഗനകൾ ഖബനഗസിയോ.
പ്രാർത്ഥനയുടെ വാതിൽ അടയരുത്. അലറി വിളിക്കുന്ന സിംഹങ്ങളുള്ള ഗുഹയ്ക്കകത്തേക്ക് അഭിഷേകമുള്ളവനെ കൊണ്ടിട്ടു. രാജാവിനറിയാം ഇവൻ ആരാധിക്കുന്ന ദൈവം ആരാന്ന്. പുറത്തുള്ളവർക്ക് അറിയാം, അകത്തിരിക്കുന്നവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയേണ്ടത്, ഈ പൗലോസ് പറഞ്ഞത്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുക. പുറത്തുള്ള ദാമോദരനോടും കേശവനോടും ഒന്നുമല്ല പറഞ്ഞു, രക്ഷിക്കപ്പെട്ട സഭയോടാ പറഞ്ഞു. ഈ ശക്തിയുടെ അളവറ്റ വലുപ്പം ഒന്ന് അറിയണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കാതെ പലരും ഇതിനകത്ത് വന്നിരിക്കുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, വചനം കുറച്ച് അറിയാവുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനനുസൃതമായ ജീവിതം നയിച്ചാലേ ക്രിസ്തീയ ജീവിതത്തിന്റെ മാഹാത്മ്യതയിൽ എത്തത്തുള്ളൂ. അപ്പൊ ഞാനിഞ്ഞ് കഴിഞ്ഞ ദിവസം സഹോദരിമാരുടെ മീറ്റിങ്ങിന് പറയുമായിരുന്നു, ഈ ലവോദിക്ക സഭയ്ക്ക് വചനം അറിയത്തില്ലയോ? അറിയാം. അവരെല്ലാം കൂടെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക അകത്തിരുന്നുണ്ട്. കർത്താവേ, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ, നിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ നീ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവമേ എന്ന് അകത്തിരുന്നുണ്ട് പ്രാർത്ഥിച്ച ലവോദിക്ക സഭ. സഭാനാഥൻ എവിടെ നിൽക്കുക? പുറത്താ. അവിടെ എന്നോട് പറ, കുഞ്ഞേ, അകത്തിരുന്നോണ്ട് പറയാ, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവേ, നീ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടല്ലോ. നീ അകത്ത് കിടന്നുകൊണ്ട് ബഹളം വെച്ച് കൊട്ടുമ്പോൾ തമ്പുരാൻ പറയാ, കുഞ്ഞെ, അകത്തിരുന്നോണ്ട് ഉള്ളിൽ പറയാ, ഞാൻ ധനവാൻ സമ്പന്നൻ ഒന്നിനും മുട്ടില്ലെന്ന് പറഞ്ഞ തമ്പുരാൻ പറഞ്ഞു, കുരുടനാ, നീ നഗ്നനാ, നീ എന്നോട് ചോദിക്കും, ഞാൻ വെളിയിൽ നിന്ന് മുട്ടുന്നതേ ഉള്ളൂ. സഭാനാഥം വെളിയിൽ നിൽക്കുകയാ. ഹല്ലേലൂയ. ആദ്യം നമ്മുടെ അടിസ്ഥാനം ശരിയാകണം. പ്രൈസ് ദി ലോർഡ്. നിനവയിലേക്ക് പോകാൻ പറഞ്ഞ നീ അങ്ങോട്ട് പോകണം. ഓപ്പോസിറ്റ് സൈഡിലൂടെ തർസീസിലോട്ട് പോയി. സ്തോത്രം. വന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീ ഒറ്റ ഒരുത്തനാ. പ്രൈസ് ദി ലോർഡ്. കാറ്റും കോളും തിരമാലകളും എല്ലാം ആഞ്ഞടിച്ചു. നിങ്ങൾ നോക്കിക്കേ, പ്രവാചകൻ, ദൈവത്തെ അറിയാവുന്നവൻ, അരുളപ്പാട് ലഭിച്ചവൻ, വചനം അറിയാവുന്നവൻ തെറ്റ് ചെയ്യുമ്പോൾ ഈ കപ്പലിനോടൊപ്പം ഒരു മഹാമത്സ്യം പോകുന്നത് നിങ്ങൾ കണ്ടോ? ആ മത്സ്യത്തെ നിങ്ങൾ എന്തൊരു അനുസരണയാ! ആ മത്സ്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ കപ്പലിനോടൊപ്പം തന്നെ റൂട്ട് തെറ്റാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരുത്തനെ കാണുമ്പോൾ അളിയോ ഞാനും വരുന്നല്ലേ, നീ എന്റെ കൂടെ വന്ന് പറയാൻ പറ്റത്തില്ല, കൂട്ടുപിടിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. വായ് പിളർന്നുകൊണ്ട് കപ്പലിന്റെ സ്പീഡിനൊത്തവണ്ണം കപ്പലിനെ പിൻഗമിച്ചുകൊണ്ടൊരു മഹാമത്സ്യം ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. കാറ്റും കോളും പ്രതികൂലമൊക്കെ യോനെ നീ മുഖേനയാ. അതിന് പാസ്റ്ററെ മാറ്റി മാറ്റി നോക്കിയാലോ, പ്രവാചകനെ മാറി മാറി വിളിച്ചിട്ടോ കാര്യമില്ല. നീ തെറ്റുതിരുത്തി നിനവയിലേക്ക് മടങ്ങി വരണം. തെറ്റുതിരുത്തി നിനവയിലേക്ക് മടങ്ങി വരാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. ജീസസ്. മടങ്ങി വരാൻ മനസ്സ് കാണിക്കണം. ഇനി ഞാൻ സഹോദരിമാരുടെ സമ്മേളനത്തിൽ ഞാൻ ബ്രഹ്മ നഷ്ടപ്പെട്ട സഹോദരിയെ കുറിച്ച് സംസാരിച്ചത്. നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാ, ഇത് വഴിയിലല്ല പോയത്, സഭയിലല്ല പോയത്, നിന്റെ വീട്ടിലാണ് നഷ്ടപ്പെട്ടത്. വീട്ടിൽ നഷ്ടപ്പെട്ടത് വഴിയിൽ കിട്ടുന്നില്ല. വീട്ടിൽ നോക്കണം. വീട്ടിൽ നോക്കാൻ താല്പര്യപ്പെട്ടപ്പോഴാ, അയ്യോ വെളിച്ചമില്ലെന്ന് മുമ്പേ പറഞ്ഞല്ലോ. വെട്ടം എങ്ങാണ്ട് കിടന്ന വിളക്കെടുത്ത് പൊടി തട്ടിക്കൊണ്ടുവന്ന് എണ്ണ എടുത്തോണ്ട് വാങ്ങിച്ചോണ്ട് വന്ന തിരിയിട്ട്, ആത്മീയാർത്ഥം മനസ്സിലാക്കണം, തിരിയിട്ട് തെളിയിച്ചപ്പോഴാ മനസ്സിലാക്കി, അയ്യോ ഇഷ്ടം പോലെ തൂത്തു വരാനുണ്ടല്ലോ. കട്ടിലിന്റെ അടിയിലോട്ട് നോക്ക, ബെഞ്ചിന്റെ അടിയിലോട്ട് നോക്ക, സെറ്റിയുടെ അടിയിലോട്ട് നോക്ക, ഇഷ്ടം പോലെ ക്ലീൻ ചെയ്യാൻ കിടക്കുകയാ. വെളിച്ചം അകത്തു വന്നപ്പോഴാണ് അകത്തെ കുറവ് കണ്ട് കണ്ണു തുറന്നത്. ഉടനെ ചൂലെടുത്തോണ്ട് വന്നു. ഒന്ന് തൂത്തുവാരാൻ തയ്യാറായപ്പോൾ, ഒന്ന് അടിച്ചു വൃത്തിയാക്കാൻ തയ്യാറായപ്പോൾ, കളയേണ്ടത് കളയാൻ തയ്യാറായപ്പോൾ, പൊടി വാരി കളഞ്ഞപ്പോൾ ലഭിക്കേണ്ടത് ലഭിച്ചു. മണവാളനോടൊപ്പം ചേരണമെങ്കിൽ ഇത് നിനക്ക് നഷ്ടപ്പെട്ടാൽ സാധ്യമല്ല. നീ വിളക്ക് തെളിയിച്ചേ പറ്റൂ, നീ എണ്ണ നിറച്ചേ പറ്റൂ, നീ പുതിയ തിരിയിട്ടേ പറ്റൂ. അങ്ങനെയാവുമ്പോൾ ഇഷ്ടം പോലെ അടിച്ചു വാരാനുണ്ടെന്ന് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കാർക്കും പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. ഒന്ന് കൈയടിച്ചാൽ പെട്ടെന്ന് വിടുതൽ നടക്കണം, അല്ലേ? കൈയടിച്ചുകൊണ്ട് വിടുതൽ നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊന്നും പറയാനില്ല. സ്തോത്രം. അത് പറയുമ്പോൾ എനിക്ക് മിരിയാമിനെ ഓർമ്മ വന്നിപ്പോ. മിരിയാമിനെ ഓർമ്മ വന്നു. വേദിയിൽ കയ്യടിയുണ്ട്, വേദിയിൽ കൊട്ടുണ്ട്, വേദിയിൽ തപ്പുണ്ട്, വേദിയിൽ നൃത്തമുണ്ട്, വേദിയിൽ പ്രവചനമുണ്ട്, വേദിയിൽ പാട്ടുണ്ട്. നിന്റെ കുടുംബവേദി എങ്ങനെയുണ്ട്?
അകത്തൊന്നും ആത്തും പോരാ, പുറത്ത് തപ്പെടുത്തത് ഉള്ളല. സ്തോത്രം. അഭിഷിക്തന് വിരോധമായി, മോശയ്ക്ക് വിരോധമായി മൂത്താളെ കൂടെ കൂട്ടുപിടിച്ച് പ്രശ്നമാ. ഒറ്റ കാര്യമുള്ളൂ, സിപ്പോറ ഇച്ചിരി കറുത്തിരിക്കുക. സിപ്പോറയ്ക്ക് ഇച്ചിരി ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം, അവളും അബ്രഹാമിന്റെ കുടുംബത്തിലെയാ. അവള് പുറംജാതിക്കാരിയല്ല. ഇവക്ക് പ്രശ്നം എന്താ? സിപ്പോറ കറുത്തുപോയി. സിപ്പോറ കാണാൻ കൊള്ളത്തില്ല. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവളെ ഏതായാലും കറുത്തവള, നീ അങ്ങ് ശരിക്കും വെളുത്തു. ലോകത്തിൽ ഒരൊറ്റ ബ്യൂട്ടി പാർലറിലും പോയാലും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ മിരിയാം കുഷ്ഠരോഗിയായി മാറി. ഇറങ്ങി തിരിച്ചതിന്റെ 25-ാം മാസം കാദേശിൽ വെച്ച് അവള് മരിച്ചു. ഭയപ്പെടണം ദൈവത്തിലെ. ഇതെടുത്തോണ്ട് നടക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും, ഓരോ വയസ്സ് കൂടുന്തോറും, പ്രായം കൂടുന്തോറും പക്വത വർദ്ധിക്കണം. ഇത് കുഞ്ഞുകളിയല്ല, കുട്ടിക്കളിയല്ല. ഭയം വർദ്ധിക്കട്ടെ, പക്വത വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, ധൈര്യം സംഭരിക്കപ്പെടട്ടെ. ഇസ്രായേൽ ജനത്തെ മിസ്രയീം എന്ന മോശയുടെ കരത്താൽ പുറത്തു കൊണ്ടുവന്നിട്ട് മോശയോട് പറഞ്ഞ എന്താണെന്നറിയാമോ? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് നീ ഇവരെ എത്തിക്കണം. ഹലോ, പിസ്കായിൽ തീരേണ്ടതല്ല നിന്റെ ജീവിതമെന്ന് മോശെ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പിസ്ക കൊണ്ട് തീരേണ്ടതല്ല, ആ കൊടുമുടി കൊണ്ട് തീരേണ്ടതല്ല, അഹരോനെ നെബോ പർവ്വതത്തിൽ തീരേണ്ടതല്ല, മിരിയാമേ കാദേശിൽ തീരേണ്ടതല്ല, കാനാനിൽ എത്തേണ്ടവരോ. മരുഭൂമി തകർത്തു കളയാനല്ല വിളിച്ചത്, മരുഭൂമി നശിപ്പിക്കാനല്ല വിളിച്ചത്, കാനാനിൽ എത്തിക്കാമെന്നാ പറഞ്ഞേ. എന്തെല്ലാം തന്നു ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, തിരിഞ്ഞു നോക്കിയാൽ തന്നെ എന്തുമാത്രം നമുക്ക് പറയാനുണ്ട്, അല്ലേ അല്ലേ പ്രിയരെ? ഇസ്രായേൽ ജനത്തെ നോക്കി. ഞാനതിങ്ങനെ വായിച്ച് ധ്യാനിച്ചിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുക, ദൈവമേ സ്തോത്രം. 1-ാം വയസ്സിൽ കൊച്ചിനിട്ട് കൊടുത്ത ചെരുപ്പ് 40-ാമത്തെ വയസ്സിലും കൊച്ചിട്ടു. കാല് വളരാഞ്ഞിട്ടോ കൊച്ചു വളരാഞ്ഞിട്ടോ അല്ല, ചെരുപ്പ് വളർന്നു. 1 വയസ്സിൽ ഇട്ട് കൊടുത്ത് ഉടുപ്പ് 40-ാമത്തെ വയസ്സിലും കൊച്ചിട്ടു. കൊച്ചു വളരാഞ്ഞിട്ടല്ല, ഉടുപ്പ് വളർന്നു. ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം അത് തന്നാന്നോ? കൂടാരത്തിനകത്തിരുന്നുകൊണ്ട് സ്തോത്രം പറയുകയാണ്, ഞങ്ങൾക്ക് വിശക്കുന്നു, അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു ഒക്കെ പരാതി പറഞ്ഞപ്പോൾ നോക്കിക്കേ. കാടപ്പക്ഷികളെ കൊടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, 4 അടിപ്പൊക്കമുള്ളവൻ, 5 അടിപ്പൊക്കമുള്ളവൻ, 5.5 അടിപ്പൊക്കമുള്ള, 6 അടിപ്പൊക്കമുള്ളവന് അവനവന്റെ കൂടാരത്തിന്റെ വാതിക്കൽ കൈയെത്തി പിടിക്കത്തക്ക രീതി കാടപ്പക്ഷികളെ കൊടുത്തു, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കൊടുത്തു. ഒറ്റ കാര്യമേ ഉള്ളൂ കേട്ടോ, മിസ്രയീമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ട് 10 ബാധകൾ അയച്ച് അവിടെ നിന്നെല്ലാം തമ്പുരാൻ അതിന്റെ മധ്യത്തിലൂടെ നടത്തി. ചെങ്കടലും കടന്നു കഴിഞ്ഞ്, ചെങ്കടൽ കടന്ന അനേകര് സ്തോത്രം കനാനിലെത്തിയില്ല. ചെങ്കടൽ കടന്ന അനേകര് യോർദാൻ കടന്നില്ലെന്ന് ഓർക്കണം. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവമേ, യഹോവയെ തന്നെ ആശ്രയിക്കേ. ചെങ്കടൽ കടന്ന പലരും യോർദാൻ കടന്നിട്ടില്ല. വിശ്വാസ ജീവിതം പെട്ടെന്നൊന്നും നടക്കുന്നതല്ല, ഇത് പ്രയാസമുള്ളതാ. ഇതിന് വില കൊടുക്കണം, ഇതിന് നിന്ന് സഹിക്കണം. ഹന്നയോട് ചോദിച്ചാൽ ഹന്ന പറയും, വീട്ടിൽ നിന്നിയാ ആണ്ടുതോറും ആലയത്തിൽ പോകുമ്പോഴെല്ലാം പെണ്ണിനെ ഓരോ കുത്താ. എവിടെ പോവാ? എന്തിനാ ഇങ്ങനെ ഒരുങ്ങി കെട്ടി നടക്കുന്നത്? എത്ര നാളുകൊണ്ട് നടക്കുന്നു? വല്ല മറുപടിയും ഉണ്ടോ? സ്തോത്രം. ഒരു മറുപടി ഇല്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. യഹോവയാ ഗർഭത്തെ അടച്ചത്. ഗർഭത്തെ അടച്ചവന് മാത്രമേ തുറക്കാൻ കഴിയത്തുള്ളൂ. അവക്കറിയാം എൽക്കാനയുടെ ആശ്വാസമൊന്നും ഇതിന് പരിഹാരമല്ല. അടച്ചവന് മാത്രമേ തുറക്കാൻ കഴിയൂ. അല്ലെ, ആലയത്തിൽ ചെന്ന് കരഞ്ഞപ്പോൾ മനസ്സറിയാത്ത കാര്യത്തിന് വിരൽ ചൂണ്ടി വിധി എഴുതി, നിന്റെ വീഞ്ഞിറങ്ങട്ടെന്ന്. പക്ഷേ മനസ്സറിയാത്ത കാര്യത്തിന് വിരൽ ചൂണ്ടി വിധി എഴുതപ്പെട്ടപ്പോഴും കുത്തുവാക്കുകളും ഒറ്റപ്പെടലും അനുഭവിച്ചപ്പോഴും സ്തോത്രം, അവൾ ദൈവത്തിന്റെ സന്നിധി ചെന്ന് പറഞ്ഞു, യഹോവേ നീ എന്നെ ഒന്ന് നോക്കണം. ആര് നോക്കിയാലും എന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. നീ നോക്കിയാൽ ഈ വിഷയത്തിന് മറുപടിയുണ്ട്. നീ എന്നെ ഒന്ന് ഓർക്കണം, നീ എന്നെ മറക്കരുത്. നീ എനിക്കൊരു വാഗ്ദത്ത സന്തതിയെ തരണം. ഇന്ന് പകൽ ഹല്ലേലൂയ, നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്നെ മടിപ്പിക്കുന്ന, നിന്റെ മനസ്സിനെ തളർത്തുന്ന നിരവധി വിഷയങ്ങൾ നിനക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിയോഗി തൊടുത്തുവിട്ടാൽ വിശ്വാസത്തിൽ വീര്യമുള്ളവരായി നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനെ നോക്ക്.
കുഞ്ഞെ, ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നിന്നെ തിരിച്ചുവിടുമ്പോൾ നീ ചിലതിന് വില കൊടുക്കേണ്ടി വരും. പക്ഷെ ഒറ്റയ്ക്ക് നിന്നോ, അവിടെ ദൈവശക്തി വ്യാപരിക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ. ഓരോ ഭക്തന്മാരെ എടുത്തങ്ങോട്ട് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഉള്ളിലേക്ക് വരിക. ദാനിയേലിനോട് ചോദിച്ചേ, ഈ സിംഹഗുഹയ്ക്കകത്ത് കൊണ്ടിട്ട് രാജാവ് എന്ത് ചെയ്യും? ഉറക്കം വരാത്ത രാജാവ് രാത്രി ഉപവസിച്ച് ഇങ്ങനെ ഇരിക്കുക. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഈ അലറി വിളിക്കുന്ന സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരുത്തനെ, ദൈവത്തിന്റെ ന്യായപ്രമാണം മാത്രമേ ഉള്ളൂ അവനെ കുറിച്ച് കുറ്റം പറയാൻ. ഈ ദൈവസേന പ്രാർത്ഥിക്കുന്നു, സ്തോത്രം. എടുത്തിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ജാതികനാ വിളിക്കുന്നത്, ദാരിയവേശ വിളിക്കുന്നത്. എന്താണ്? പുറത്തു നിന്നവന് മനസ്സിലായി. ശരിക്കും പറഞ്ഞ ഇന്നലെ രാത്രി ഈ അലറി വിളിക്കുന്ന സിംഹത്തിന്റെ ആ വായ്ക്കകത്ത് കൊണ്ടിട്ടിട്ട് ഇന്ന് രാവിലെ നീ ദാസനെ വിളിക്കാൻ വന്നു. നിങ്ങൾ ആ വിശ്വാസം ഒന്ന് നോക്ക്. സ്തോത്രം. സിംഹങ്ങൾ നിനക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് അവിടെ കിടന്നുകൊണ്ട് നോക്കി, അലറി വിളിച്ച് അടുത്ത് വരുന്ന സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ പുറത്തുള്ളവനെ അനുഗ്രഹിക്കുക പറ്റുമോ? ഈ വായിക്കുമ്പോ ഇതൊന്ന് ഭാവനെ കാണും സഹോദരിമാരെ. രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു പിടിച്ചു. പകൽ വിശ്വസിക്ക്, നിനക്ക് വിരോധമായി വായ് പിളർക്കുന്ന, നിനക്ക് വിരോധമായി അലറിയെടുത്തു വരുന്ന ചില പൈശാചിക ശക്തികളുടെ മധ്യത്തിൽ നീ ഭാരപ്പെടരുത്. സിംഹഗുഹയാണോ? അവിടെ നീ മുട്ടുമടക്ക്. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് നിന്നെ ആക്കിയിരിക്കുന്നതെങ്കിലും അവിടെ നീ വേല ചെയ്യ. ജീസസ്, ഹല്ലേലൂയ. ഈ ദൈവം എന്നോട് പറഞ്ഞാൽ അത് നിവർത്തീകരിക്കുന്ന പ്രാഗൽഭ്യം നമുക്ക് ആദ്യം വേണം, അല്ലേ? വാഗ്ദത്തം ഒത്തിരിയുണ്ട്, ആ വാഗ്ദത്തത്തിന് ഒരു വലിയ നിവർത്തീകരണമുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കും സിസ്റ്റർ, അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നിറവേറപ്പെടാനുണ്ട്. ശത്രു മുമ്പിൽ ചോദ്യചിഹ്നം ചെയ്തിരിക്കുക എങ്ങനെയെന്ന്. പക്ഷേ തിരുവായി കൊണ്ട് അരുളി ചെയ്തത്, തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവമാ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ കാലങ്ങൾ ചവിട്ടിക്കേറിയ പടവുണ്ടല്ലോ, വളരെ ദുർഘടമുള്ളതായിരുന്നു, വളരെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ വെല്ലുവിളികളുടെ നടുവിൽ കരം പിടിച്ച് നടത്തിയ ദൈവം അവസാനം വരെ നടത്തുവാൻ സർവശക്തിയുള്ള ദൈവമോ? വിശ്വസിച്ച് ആമേൻ പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. പൗലോസിനോട് ചോദിച്ചേ, 14 ദിനരാത്രങ്ങളായി സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെ കാണാനില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, 14 ദിനരാത്രങ്ങൾ സൂര്യനില്ല, ചന്ദ്രനില്ല. കപ്പലിന്റെ ഓരോ പലകൾ ഇളകി പോവാ. ഒന്ന് ചിന്തിച്ചേ, നിസാരം ഒരു കൊച്ചു പനി വന്ന കോവിഡാന്നൊന്നും പറഞ്ഞ് വിറച്ചിരിക്കുന്ന നമ്മൾ. സ്തോത്രം. നിങ്ങൾ നോക്കിയേ, മരണത്തിൻ്റെതാകുന്ന അവസ്ഥ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഓരോ പലകകൾ ഇളകി പോകാം. പ്രാണരക്ഷാർത്ഥം അകത്ത് കിടന്ന് ഉരുകുക. ഓരോരുത്തരും ചരക്കുകൾ മുഴുവൻ എടുത്തെറിഞ്ഞു. എന്നിട്ടും കപ്പൽ ആടി ഉലയുക. ഓരോ പലകകൾ ഇളകിപ്പോവാ. 14 ദിനരാത്രങ്ങൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളില്ല, ഭക്ഷണമില്ല. പക്ഷേ അതിനകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ആർക്ക് കഴിയും? അതിനകത്ത് കരയാൻ ആർക്ക് പറ്റും? ആ ഒരു സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, അതുകൊണ്ടാ പൗലോസ് പറഞ്ഞേ, ഇതിലൊന്നിനും ഒരു ശക്തിക്കും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല. മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും കഴിയത്തില്ല. മുട്ടുമടക്കിയിട്ട് കപ്പലുടമയോടും മാലിമിയോടും പറഞ്ഞ ആ കാര്യം കേട്ടോ. എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. സൂര്യനുമില്ല ചന്ദ്രനുമില്ല, സദാ രാത്രിയാ. എന്റെ അടുക്കൽ വന്നു.
പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് അന്ന് പറഞ്ഞ വാഗ്ദത്തമായി ഇന്നിവൻ ഇവരോട് പറയുന്നത്. അന്ന് പറഞ്ഞു, നീ റോമിൽ എന്റെ സാക്ഷിയാകുമെന്ന്, റോമിൽ ദൈവത്തിന്റെ സാക്ഷിയാകുമെന്ന് ദൈവം പറഞ്ഞ നിമിഷത്തിൽ 40 ബലശാലികൾ അവനെതിരെ എഴുന്നേറ്റു. നിങ്ങൾ ആ വേദഭാഗം ഒന്ന് വായിക്കണം. 15-ാം അധ്യായം മുതൽ അങ്ങോട്ടങ്ങ് വായിക്കണം. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ആത്മാവിൽ നിറയും. കാരണം ഒരിക്കൽ പുള്ളിക്കൊരു ആഗ്രഹം, എനിക്ക് റോം ഒന്ന് കാണണം. കുറച്ച് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, റോം കാണുമല്ല, റോമിൽ നിന്നെ എൻ്റെ സാക്ഷിയാക്കും. അന്ന് എഴുന്നേറ്റ് 40 ബലശാലികൾ വാഗ്ദത്തമുള്ളവനെതിരെ. ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ, തിന്നുകയോ കുടിക്കുകയോ ചെയ്യണമെങ്കിൽ ഇവനെ തലയെടുക്കണം. പക്ഷെ ആരെല്ലാം നിനക്ക് വിരോധമായി നിന്നാലും, യെശയ്യാ 54:17, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. വിശ്വസിക്ക്, ആയുധം ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞില്ല, നിനക്ക് വിരോധമായി ആയുധം ഉണ്ടാക്കും, അത് ഫലിക്കത്തില്ലെന്ന്. ഓ, കോവിഡിന്റെ ആരംഭ സമയത്ത് പലരും എന്നോട് ചോദിച്ചു, ശ്രീലേശ്വരേ, ഇത് പാസ്റ്റർമാർക്ക് വരുവോ, ഇത് ദൈവമക്കൾക്ക് വരുവോ, രക്ഷിക്കപ്പെട്ടവർക്ക് വരുവോ? ഇസ്രായേലിലെ ബാധകളൊന്നും ഇസ്രായേൽ മക്കൾക്ക് അത് തന്ന തമ്പുരാനാ ചെയ്ത്. ഇന്നും ദൈവം പ്രവർത്തിക്കും, ഇല്ലെന്നില്ല. പക്ഷെ ഇതിനൊന്നും ദൈവത്തിന്റെ പദ്ധതിയെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും കഴിയത്തില്ല. പക്ഷെ ഞാൻ അന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ച ആളോട് പറഞ്ഞു, ഇസ്രായേലിലെ കാര്യം അത് ഫറവോന് മനസ്സിലായില്ലെങ്കിലും, മോശയ്ക്ക് മനസ്സിലായില്ലെങ്കിലും, ജനത്തിന് മനസ്സിലായില്ലെങ്കിലും, ഈച്ചയ്ക്കും തവളയ്ക്കും കൊതുവിനും ഒക്കെ അറിയാം, അല്ലേ? തമ്പുരാൻ കൽപ്പിച്ചിട്ടില്ലേ ഗോശൻ ദേശത്തോട്ട് കയറിപ്പോകരുത്? കയറുവോ? അത് ഈച്ചയ്ക്ക് അറിയാം, അത് തവളയ്ക്കറിയാം. കയറത്തില്ല, ആ വീട്ടിലോട് കയറത്തേ ഇല്ല, ഇപ്പുറത്തെ വീട്ടിൽ കയറും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളൊന്ന് ഭാവനയെ കണ്ടേ. പക്ഷെ ഞാൻ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ ഒരു വചനം എനിക്ക് വെളിപ്പാട് തന്നു. ഏതാണെന്നറിയാമോ? സ്തോത്രം. അല്ലെങ്കിൽ മണലിൽ മേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്ന വ്യക്തിയും പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്ന വ്യക്തിയും, രണ്ടുപേർ ഭവനം പണിഞ്ഞു. സ്തോത്രം. ഞാനത് പ്രസംഗിച്ചു ഒരിക്കൽ, ശ്രദ്ധിക്കണം. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു. വൻമഴ പെയ്തപ്പോഴും, നദികൾ പൊങ്ങിയപ്പോഴും, കാറ്റടിച്ചപ്പോഴും, വീടിന്മേൽ അലച്ചപ്പോഴും രണ്ട് വീടിനെ ഒരുപോലെ ബാധിച്ചു. പക്ഷേ പാറമേൽ അടിസ്ഥാനമിട്ടത് തകർന്നു പോകുവാൻ ഇടയായില്ല എങ്കിൽ, പ്രിയരെ, ഹല്ലേലൂയ, ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ടവന് പ്രത്യാശയാ. അവനറിയാം, ഇവിടെ ആബ്സെന്റ് ആയാൽ ഞാൻ അവിടെ പ്രസന്റ് ആകുമെന്ന്. ഓ, ഇവിടെ ആബ്സെന്റ് ആയാൽ അവിടെ ഉടനെ പ്രസന്റ് ആകും. ഇതറിയാവുന്നവനാണ് അടിസ്ഥാനമിട്ട് പണിയപ്പെട്ട പാറമേൽ അടിസ്ഥാനമിട്ടവന്റെ പ്രത്യേകത. യഹോവയിൽ ആശ്രയിക്കുകയും വേഗത്തിൽ വരെ. യഹോവ തന്നെ ഭാഗ്യം. അവനെ കുറിച്ച് എന്താ പറയുക? ഭാഗ്യവാന്. ശരിയാ, ഉഷ്ണം തട്ടത്തില്ല. ആണോ? യഹോവയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ഉഷ്ണം തട്ടത്തില്ല. ദേ ഉള്ളൂ. ഉഷ്ണം തട്ടും. പറഞ്ഞേ അടുത്തത്. പേടിക്കത്തില്ലെന്ന് വെച്ചാ ചൂട് പിടിപ്പിക്കും. സ്തോത്രം. ഉഷ്ണം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ഇവിടെ ഒന്ന് കറണ്ട് പോട്ടെ, 5 മിനിറ്റിനകം നമ്മൾ കൈകൊണ്ടെങ്കിലും വീശാൻ നോക്കും. സ്തോത്രം. നിൽക്കാൻ പറ്റാത്ത വിഷയം. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ. ഒന്നുകൊണ്ടൊന്ന് വായിച്ച് ഉറക്കെ വായിക്കുക. അടുത്തത്. ഇത് തനിയെ മുളച്ചു വന്നതല്ല, തനിയെ പൊങ്ങി വന്നതല്ല, പിന്നെ ഒരുടമസ്ഥൻ ഇതിനെ നട്ടതോ. സ്തോത്രം. എന്നെ നിങ്ങളെ മാക്കിയിരിക്കുന്ന സഭ, സഹോദരിമാരെ, നമ്മുടെ കുടുംബം. ഹലോ, സ്തോത്രം. അക്സയോട് ചോദിച്ചാൽ അക്സ പറയും, അയ്യോ, എൻ്റെ അപ്പൻ 45 വർഷം, നീണ്ട 45 വർഷം വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നത്, എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്ന എൻ്റെ അപ്പനായ കാലേബ് 85-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ചോദിച്ചു വാങ്ങിച്ചു. അന്നത്തെ പോലെ ഇന്നും എനിക്ക് എന്തിനെ പട വെട്ടുകയും, അന്നത്തെ പോലെ ഇന്നും ആരോഗ്യം. 40-ാമത്തെ വയസ്സിലെ ആരോഗ്യം. സ്തോത്രം. ഹല്ലേലൂയ. 40-ാമത്തെ വയസ്സിലെ ആരോഗ്യം 85-ാമത്തെ വയസ്സിൽ
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൽ നിങ്ങൾ ആരോഗ്യമുള്ളവരായി മാറണം. അന്ന് കേട്ട ദൂത് ഇന്ന് നിവർത്തിപ്പാൻ യേശു സർവശക്തിയുള്ള ദൈവമാം. വിശ്വാസത്തിൽ നമ്മൾ വളരണമെന്ന്, ആരോഗ്യമുള്ളവരായി മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ന് പറഞ്ഞ ആ മലയുണ്ടല്ലോ, പേര് ഹെബ്രോൻ, കൂട്ടായ്മയുടെ ആ മല എനിക്കിതാ. അവിടെ അനാക്യരൊക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാൻ അവരെ ഓടിച്ചു കളയും. എന്തോ ധൈര്യമാന്നേ, ഒരുത്തനാന്ന് പറയുന്നത്. ഓരോരുത്തരും നിങ്ങൾ എടുത്തു നോക്ക്. സിംഹ ഗുഹയിൽ കിടന്ന് ഒരുത്തനാ പറഞ്ഞ്, കർമ്മേലിന്റെ മുകളിൽ നിന്ന് ഒരുത്തനാ പറഞ്ഞ്. സ്തോത്രം. ആരല്ലേ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്ന് അവിടെ സെൽഫോണൊന്നും പോലും ഒരുത്തനാ അവിടെ കിടന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ആലയത്തിനകത്ത് മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയവരുടെ നടുവിൽ ഒരുത്തിയാ പറഞ്ഞേ. ഇതിനായിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു യഹൂദ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഒരുത്തി ഉപവസിച്ചു. ഒരു ദേശത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ വിടുതല സഹോദരിമാരെ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർ ഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രത്യേകതയായത്. ഇത്രയും ജയാളിയായ അപ്പൻ, ഒരു മോളുണ്ട്, പേര് അക്സ. അവളെ വിവാഹം കഴിക്കാൻ നേരം ഒരു തീരുമാനമെടുത്തു. കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. 16-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതിനെ ജയിച്ചടക്കി. കാലേബ് തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. സ്തോത്രം. ചെന്നു. അവിടെ ചെന്നപ്പോഴേ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കുക. സ്തോത്രം. ജയാളിയായ അപ്പന്റെ മോള ചെന്ന് കയറിയ വീട്ടിൽ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കുക. എന്താ, നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാവുന്നതാണ്. നമ്മളാണെ അങ്ങനെയൊക്കെ ഉത്സാഹിപ്പിച്ചേനെ. അടുത്ത ആഴ്ച മുതൽ നമുക്ക് വേറൊരു വീടെടുത്ത്, അല്ല, അപ്പനോട് നമുക്ക് ചോദിച്ചു വാങ്ങിക്കണമെന്ന്. ഹലോ, അപ്പനോട് നമുക്ക് ചിലത് ചോദിച്ചു വാങ്ങിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പശ്ചാത്തലം അറിയാകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പനെ ദൂരവേ വെച്ച് കണ്ട് ചോദിക്കാൻ പോവാ. കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി താഴ്മയാ കാണിക്കുന്നു. അപ്പനോട് പറയാം, അപ്പാ, നീ എന്നെ തെക്കേ ദേശത്തേക്ക് അയച്ചത്. തെക്കേ ദേശം എന്തോ ദേശമെന്നറിയാമോ? യെശയ്യാവ് 30:6 സിംഹി, അണലി, കേസരി, പറക്കുന്ന അഗ്നിസർപ്പ എന്നിവ വരുന്ന കഷ്ടവും ക്ലേശവുമുള്ള ദേശമാ തെക്കേ ദേശം. ഹെബ്രോൻ മല ജയിച്ചടക്കിയ ദൈവത്തോട് പറ്റി നിന്ന ജയാളിയായ കാലേബ് ജയിച്ച അപ്പൻ മകളെ പറഞ്ഞു വിട്ടത് പ്രതികൂലത്തിന്റെ മധ്യത്തിലോട്ടാ. ഓർക്കണം, അപ്പൻ ജയിച്ചവനാണെങ്കിൽ ഹല്ലേലൂയ, പ്രതിസന്ധികൾ നിറഞ്ഞ താഴ്വരയിലാണ് മക്കളെ ദൈവം നിർത്തിയിരിക്കുന്നത്. ഒറ്റ കാര്യം അപ്പനറിയാം, ഞാൻ ജയിച്ചവനാണെങ്കിൽ, എന്റെ ആത്മാവ് അവിടെ ഉള്ളിൽ പകർന്നിട്ടുണ്ടെങ്കിൽ, അവന്റെ ഉള്ളിൽ പകർന്നിട്ടുണ്ടെങ്കിൽ അവനും ഇതിനെ ജയിക്കൂ. ഓ ജയിക്കണം, ജയിക്കണം, ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പൊ താഴ്മയോടെ കഴുതപ്പുറത്ത് ഇറങ്ങി നിലം വരെ കുനിഞ്ഞിട്ട് പറയാം, അപ്പൊ അതുകൊണ്ട് ഈ തെക്കേ ദേശം ഇങ്ങനെയുള്ള ദേശമായിട്ട് അപ്പൊ ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം. ആണോ? പിന്നെ ഇവിടെ നിൽക്കാം. പക്ഷെ അപ്പ നീ തരുന്ന നീരുറവ എനിക്ക് വേണം. ആക്കിയിരിക്കുന്ന സഭ, ആക്കിയിരിക്കുന്ന കുടുംബം, ആക്കിയിരിക്കുന്ന ദേശം എത്ര പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിലും അപ്പൻ ജയിച്ചവനാണെന്നൊരു ഉറപ്പകത്തുണ്ടെങ്കിൽ മാറ്റാനല്ല പറയണത്, നിൽപ്പാനുള്ള കൃപ വാങ്ങിക്കേ. സഹോദരിമാരെ, ചോദിച്ചു വാങ്ങിക്കേ, നിൽപ്പാനുള്ള ശക്തി. ഇതിനെ അതിജീവിക്കാം, ഇതിനെ അതിജീവിക്കാം, ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ, ഈ പ്രതിസന്ധി അതിജീവിക്കാൻ, ഈ താഴ്വരയുടെ മധ്യത്തിൽ ഒരു നീരുറവ വേണം. ഒറ്റ നീരുറവേ ചോദിച്ചുള്ളൂ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും കൊടുത്തു, ഉയരത്തിലേതും ഭൂമിയിലേതും കൊടുത്തു. ജീസസ്, ജീസസ്. അപ്പൻ ജയിച്ചവനാണെന്ന് ഒരു ഉറപ്പകത്തുണ്ടെങ്കിൽ, നിന്നെ നിർത്തിയിരിക്കുന്ന സാത്താന്റെ സിംഹാസനമുള്ളിടത്താണെങ്കിലും,
ഭയപ്പെടരുത്. അല്പമേ ശക്തിയുള്ളെങ്കിലും വചനം കാക്കുന്നവരോടൊരു ദൂത്, നിന്റെ മുമ്പിൽ ഞാൻ തുറക്കുന്ന വാതിലുകളെ അടയ്ക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന്, ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ലെന്ന്. അങ്ങനെയെങ്കിൽ വിശ്വസിക്കേ, യഹോവയിൽ ആശ്രയിക്കുന്നവരെ, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവരെ ദൈവം നട്ടത് തനിയെ പൊങ്ങി വന്നതല്ല, തനിയെ മുളച്ചു വന്നതല്ല, സ്വയമായി ആയതല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കോവിഡ് വന്നിട്ട് നമ്മളെ ഇതിൻ്റെ ചെങ്കടലിൻ്റെ മധ്യത്തിലൂടെ ഇസ്രായേൽ ജനത്തെ നടത്തിയ പോലെ അല്ലേ പ്രിയരെ? ഇതിൻ്റെ മധ്യത്തിലൂടെ 5 രൂപയുടെ മാസ്ക് വെച്ചത് കൊണ്ടോ, 7 രൂപയുടെ സാനിറ്റൈസർ ഉപയോഗിച്ചത് കൊണ്ടോ, 10 രൂപയുടെ സോപ്പ് കൊണ്ട് കൈ കഴുകിയത് കൊണ്ടാണോ ഇവിടെ ഇരിക്കുന്നത്? മഞ്ഞളും പിന്നെന്തോ കരിഞ്ചീരവും ഒക്കെ ഇട്ട് വെള്ളം കുടിച്ചുകൊണ്ടാണോ ഇവിടെ ഇരിക്കുന്നത്? തമ്പുരാന്റെ കൃപയാ. ഒരു ദിവസം കൂടെ നീ ജീവനോടെ ഇരുന്നാൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഫലമാകുമെങ്കിൽ നിൽക്കട്ടെ. വെട്ടിക്കളയാതിരുന്നത് തമ്പുരാന്റെ ദയ. ഒരു ദിവസം കൂടെ നിർത്തിയത് വേലയ്ക്ക് പ്രയോജനപ്പെടേണ്ടതിനാ. ഒറ്റ ദിവസം കൂടെ ആയുസ് തന്നത് കർത്താവിന്റെ വേലയുടെ മുഖത്ത് ശക്തിയോടെ നിലകൊള്ളാനോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മരണത്തിന്റെ താഴ്വരയൂടെ കടത്തിവിട്ട ദൈവം നട്ടതാണെന്ന് ഒരു ഉറപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ പറഞ്ഞുവിടാം. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ഇരിക്കും ചെയ്യുന്നതിന്റെ പ്രത്യേകത. വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കും വൃക്ഷം പോലെ. ഇത്രേ ഉള്ളതിന് ഉഷ്ണം തട്ടുമെന്ന്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിന് ഉഷ്ണം തട്ടും. പക്ഷെ ഇത് നട്ട ഒരു ഉടമസ്ഥനുണ്ടെന്ന് ഈ വൃക്ഷത്തിന് ഒരു ഉറപ്പുള്ളത് കൊണ്ട് അത് പേടിക്കത്തില്ല. പിന്നെ അടുത്തത്, ഇല പച്ചയായി തന്നെ ഇരിക്കും. ഏറ്റവും കൂടുതൽ വാടിപ്പോകുന്നത് ഇവരല്ല, നമ്മളാ. വിഷയം വരുമ്പോൾ സഭയ്ക്കകത്താണേലും പാസ്റ്റർ അല്ല ആദ്യം വാടിപ്പോകുന്നത്, പാസ്റ്റാൻറ്റി അല്ലേ? സ്തോത്രം, സ്തോത്രം. പിന്നെ പാസ്റ്റർക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല. അച്ഛാ ഇതങ്ങനെ, അച്ഛാ ഇതെങ്ങനെ, അച്ഛാ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. അവിടെ ആ പൗലോസ് പറയുന്ന കാര്യം നിങ്ങളങ്ങ് മിണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പകുതി സ്വസ്ഥത അവർക്കുണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, വരൾച്ച ഉണ്ടാകത്തില്ലെന്നല്ല. അതിന് മുമ്പത്തെ വാക്യം, ഉഷ്ണം തട്ടും, പേടിക്കത്തില്ല. അതിന്റെ ഇല അപ്പോഴും വാടാതെ പച്ചയായി നിൽക്കും, നട്ടത് ദൈവമാണെങ്കിൽ. ഈ പീലിപ്പോസിന് ഒരു ഉറപ്പുണ്ട്. തമ്പുരാനാ പറഞ്ഞ ഗസയ്ക്കുള്ള നിർജ്ജനം എന്ന് വെച്ചാൽ ജനവാസം ഇല്ലാത്തടത്തോട് പൊക്കോളാം. നമ്മൾ പോവോ? ആദ്യം അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ ചോദിക്കും, ഇവിടെ ATM ഉണ്ടോ, സ്കൂളുണ്ടോ, ഹോസ്പിറ്റലുണ്ടോ, സ്റ്റെപ്പ് കയറി പോണോ, വണ്ടി കയറി ചെല്ലുവോ? ഒന്നുമില്ല, ഒറ്റ പോക്ക. ഇങ്ങനെയുള്ളൊരു ദൈവത്തിന് വേണമെന്നേ. പാത്രം കഴുകാനും വിറക് കീറാനും ഒക്കെ അപ്പോസ്തലന്മാര് തെരഞ്ഞെടുത്തത്. ദൈവം കൃപയും സത്യവും നിറഞ്ഞവരായി അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യാനാ. ശക്തി ലഭിച്ചവൻ സാക്ഷിയാകാൻ പറഞ്ഞപ്പോൾ ഇവിടെ കയറി പേടിച്ചകത്തിരിക്കും, ഇലക്ഷനും ഒക്കെ നടത്തിക്കൊണ്ട്. പക്ഷെ ഒരു കാര്യം, ദൈവം തെരഞ്ഞെടുത്തൊന്ന് ഉറപ്പ് പ്രാപിച്ചവൻ ഒന്നും നോക്കിയില്ല. നിർജ്ജനമാണോ, പോയി. പിന്നെ തമ്പുരാൻ എടുത്തോണ്ട് നടന്നോളും. വിശ്വസിക്കുക. അനുസരിച്ചാൽ ദൈവിക ദൗത്യം നിന്നിലൂടെ നിവർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവം കൈ കൊണ്ട് നടക്കും, കൈവെള്ളം കൊണ്ട് നടക്കും. അസ്തോതി വേണോ, അവിടെ കൊണ്ട് നിർത്തും. വിശ്വസിക്കേ. അവിടെ വേണോ, അവിടെ കൊണ്ട് നിർത്തും. അനുസരിച്ചാൽ മാത്രം മതി കേട്ടോ. ഞങ്ങളുടെ അപ്പച്ചൻ എപ്പോഴും എന്നോട് പറയുന്നു, മോനെ എന്നെ ഉപയോഗിക്കണേ എന്നും പറഞ്ഞ് ആരും എന്ത് ചെയ്യണ്ട, പ്രാർത്ഥിക്കണ്ട. ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ. ഞാൻ സ്തോത്രം രക്ഷിക്കപ്പെട്ട ആ നാളുകളിൽ കേട്ടതാ. സ്തോത്രം. കുറി തൊട്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഇതുപോലൊന്നും ഇല്ലെന്ന്, ട്രാഫിക് ലൈറ്റ് പോലെ ഒത്തിരി കുറിയൊക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം. അന്ന് കേട്ടതും ഇന്നും ഹൃദയമാകുന്ന മാംസപ്പലകിൽ അടത്തി എഴുതി വെച്ചിട്ടുണ്ട്.
ഇന്നലെ കേട്ടത് ഓർമ്മയുണ്ടോ? സ്വോത്ര പറയുമായിരുന്നു ഈ ടാപ്പിലൊക്കെ ഇപ്പം നമ്മൾ കണ്ടിപ്പോൾ അങ്ങോട്ട് കൈ കഴുകാൻ പോവാം, ഭക്ഷണം കഴിക്കാൻ കൈ ചെന്ന് ടാപ്പ് അങ്ങോട്ട് തുറക്കുന്നുടനെ തുറക്കുക, നമ്മൾ അടുത്ത് ഒരു കൈ വെച്ച് തുറക്കുക. നമുക്കൊരു പ്രതീക്ഷയുണ്ട് അതിനകത്ത് എന്തുകൊണ്ട്. ചില ടാപ്പ് തുറക്കുമ്പോൾ ഷൂന്നൊരു ശബ്ദം, ഒരു തുള്ളി വെള്ളവും വീഴും, ഷൂന്നൊരു സൗണ്ടും കേൾക്കും. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? അന്ന് പറഞ്ഞതാ കേട്ടോ. അമ്മച്ചി ഓർക്കത്തില്ല, മക്കൾ ഓർക്കത്തില്ല, ആരും ഓർത്തില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. പറയാ കർത്താവ് ഏത് സമയത്ത് അഭിഷിക്തന്മാരെ ഉപയോഗിക്കാം. ദൈവ പൈതൽ നമ്മളെ ഓരോരുത്തരെ ഉപയോഗിക്കാൻ ദൈവം എപ്പോൾ തമ്പുരാൻ ദൈവത്തിന്റെ സമയമാണ് കേട്ടോ. ഉപയോഗിക്കാൻ തമ്പുരാൻ തുടങ്ങുക ആ നിമിഷം നിറവുള്ളവരായിരുന്നോണം. ആ ടാപ്പ് ഉടമസ്ഥൻ തുറക്കുമ്പോൾ ഒരു സൗണ്ട് മാത്രം കേട്ടാ പോരാ. ഹല്ലേലൂയ! ആ നിറവേത് സമയത്തും ഉണ്ടായിരിക്കണം. സ്തോത്രം! അതിന് പിന്നിൽ കറണ്ട് വേണം, അതിന്റെ പിന്നിൽ വെള്ളമുണ്ടായിരിക്കണം, അതിന്റെ പിന്നിൽ സംഭരിച്ചു വെക്കണം. എത്ര പേർക്ക് ആത്മീയ ദൂത് മനസ്സിലായി? ആ നിറവ് സദാ അകത്തുണ്ടെങ്കിൽ ഏത് സമയത്തും ഉപയോഗിക്കും, ആരുടെ മധ്യത്തിൽ ഉപയോഗിക്കും, ഏത് ജാതികളുടെ മധ്യത്തിൽ കൊണ്ടിട്ടാലും അവിടെ തിരുമഹത്വം വെളിപ്പെടുത്തും. ഉഷ്ണം തട്ടുമ്പോ പേടിക്കത്തില്ല. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ. വരൾച്ച ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞില്ല. വരൾച്ചയുടെ കാലഘട്ടത്തിലൂടെ ഒക്കെ ഒത്തിരി അഭിഷിക്തരൊക്കെ പോയി, എല്ലാവരും പോയി. പക്ഷെ വാട്ടം തട്ടാതെ ഫലം കാഴ്ചകൊണ്ടിരിക്കും. ഇതാ പ്രത്യേകത. വേഗത്തിൽ ഒരു വേദഭാഗം രൂത്തിന്റെ പുസ്തകം എടുത്താട്ടെ, വേഗത്തിൽ എടുത്താട്ടെ. 1-ാം അധ്യായം 16-ാം വാക്യം. സ്തോത്രം. ആ ആ ആ ആ ആ ആ ആ ആ മതി. സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കും. യഹോവ തന്നെ, വേറെ ആരും ഇല്ല ഇപ്പൊ ആശ്രയിക്കാൻ. ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ ബോധ്യത നമുക്ക് വെളിപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ! ഇപ്പൊ നോക്ക. സ്തോത്രം. ദൈവത്തിന്റെ ഭവനത്തിൽ അല്പക്ഷാമം ഉണ്ടായി. എന്തിന് ക്ഷാമം? അപ്പത്തിന്റെ ക്ഷാമം. സ്തോത്രം. അവിടെ നിന്നൊരു ഒറ്റ ഓട്ടമാണ്. എവിടോട്ട്? 1-ാം വാക്യത്തിലുണ്ട്. എവിടെ നിന്ന് എവിടേക്ക് പോയി? സ്തോത്രം. ബേഥേലിൽ നിന്ന് മോവാബിലേക്ക് യാത്ര ചെയ്ത സ്തോത്രം എലീമേലേക്ക് നവോമി, ആ 2 പേര് മഹ്ലോനും കില്യോനും 4 പേര് പോലെ അല്പം അപ്പത്തിന് ആരാധനയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഹലോ സ്തോത്രം. ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന, പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന. സാഹചര്യങ്ങളൊക്കെ ദൈവാരാധനയ്ക്ക് പറ്റി യോജിച്ച സ്ഥലമാണ്. പക്ഷെ അപ്പത്തിന് മാത്രം ഇപ്പോ അപ്പത്തിന്റെ ഭവനമാണ്. അല്പക്ഷാമം വന്നപ്പോൾ എല്ലാം കൂടെ ഞാനിങ്ങനെ ചിന്തിക്കുക, എലിമേലേക്ക് പോയപ്പോ ഈ ആന്റിയെങ്കിലും പറയണ്ടായിരുന്നു, അച്ഛാ സ്തോത്രം, പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈ മോവാബ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒത്തിരി കേട്ടിട്ടുള്ളതാ. സ്തോത്രം. പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഇല്ലാത്ത, ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാത്ത ആ രാജ്യത്തോട് എന്തിനാ നമ്മൾ ഈ അടിക്കറി പോന്നേ? നമ്മുടെ പിള്ളേരെയും കൊണ്ട് ഇവിടെ കാണും നിൽക്കാമെന്ന് പറഞ്ഞില്ല. അമ്മാമ്മയെ അച്ചാനെക്കാട്ടി മുമ്പേ പോയി. അതാ പ്രശ്നം. സ്തോത്രം. പോയി മോവാബിലേക്ക്. പിന്നെ സകല സംഭവം നമുക്കറിയാം. ഹല്ലേലൂയ. മോവാബിരാരാ? ലോത്തിന് തന്റെ പെൺമക്കളിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാ മോവാബിരും അമോന്യരും. സ്തോത്രം. 10-ാം തലമുറ വരെ ദൈവത്തിന് പ്രവേശനമില്ലാത്ത ഈ ജനം, ശ്രദ്ധിക്കണമേ. പ്രൈസലോ. വഷളത്വമുള്ള ജനം. പ്രൈസലോ. ദൈവത്താൽ ത്യജിക്കപ്പെട്ട ജനം, ആരാധന സ്വാതന്ത്ര്യമില്ലാത്ത ദേശം, പ്രാർത്ഥനയ്ക്കിടമില്ലാത്ത സ്ഥലം, അപ്പത്തിനു ക്ഷാമമില്ല. പ്രൈസലോ. അതാ ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോ ചിറ്റുള്ളി ഉണ്ടായിരുന്നു, ചീരുള്ളി ഉണ്ടായിരുന്നു. സ്തോത്രം. എന്തൊക്കെയായിരുന്നു ആ വലിയ വാർപ്പിന്റെ ചവിട്ടിൽ ഞങ്ങൾ ഇരുന്ന്. സ്തോത്രം. ഇത് പറഞ്ഞ അഭിഷിക്തനെതിരെ പെറുപിറുക്കുന്നത് ഇന്നും അനേക സഹോദരിമാർ ഭർത്താക്കന്മാരോട് പറയാറുണ്ട്, എനിക്ക് എത്ര നല്ല കല്യാണാലോചന വന്നറിയോ. സ്തോത്രം. മനസ്സോടല്ലെന്നേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോകട്ടെ. ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, വേഗത്തിൽ പറഞ്ഞു വിടാം. മോവാബ്യ സ്ത്രീകളായ ഓർപ്പയെയും രൂത്തിനെയും, മഹ്ലോന് രൂത്തിനെയും,
കില്യോന് ഓർപ്പയെയും വിവാഹം കഴിച്ചു. ശ്രദ്ധിക്കണം, എലീമേലെക്ക് മരിച്ചു, മഹ്ലോനും മരിച്ചു, കില്യോനും മരിച്ചു. 3 വിധവകളായ സഹോദരിമാർ. ആ വീടിന്റെ അവസ്ഥ നിങ്ങൾ ഓർത്തേ. ഒരുപക്ഷെ ആദ്യം കയറി വന്ന ഈ മൂത്ത മോളായ റൂത്തിനോട് നാട്ടുകാർ പറഞ്ഞാൽ ഇവളെ കാല് വെച്ചതോടുകൂടി സഹോദരിമാരെല്ലാം കേൾക്കുന്നു ഒത്തിരി നിന്നയുടെ വാക്കുകളാണ്. അല്ല, ഇവള് കാല് വെച്ചതോടെ അപ്പനും പോയി, അനിയനും പോയി, ഭർത്താവും പോയി, ഇപ്പോഴാണ് കിടക്കുന്നു. സ്തോത്രം. എന്തുമാത്രം പരിഹാസം, എത്രമാത്രം നിന്ന, ഇതെല്ലാം സഹിച്ചു. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കണം, എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയം അവിടെ ഉണ്ട്. സ്തോത്രം. ഈ പ്രതിസന്ധികളുടെ നടുവിലൊക്കെ ഈ നവോമിക്ക് ദൈവത്തിന്റെ മഹത്വത്തെ നല്ലവണ്ണം അറിയാവുന്നവർ. അവൾ ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിറഞ്ഞവളായിട്ട് വന്നതാ. സ്തോത്രം. ബോധ്യമുണ്ട്. ശ്രദ്ധിക്കണം, ഇവൾ അവിടേക്ക് വന്നു. അവിടെ നിൽക്കുമ്പോഴെല്ലാം ഇവള് മരുമക്കളോട് ഏതായാലും വചനം പറയുന്നുണ്ട്. കാരണം ഈ മോവാബ്യ സ്ത്രീകളായ രൂത്തിനും ഓർപ്പയ്ക്കും ഈ ദൈവത്തെ അറിയത്തില്ല. ഈ ദൈവം ചെയ്ത അത്ഭുതത്തെ അറിയത്തില്ല, അടയാളത്തെ അറിയത്തില്ല, വീര്യപ്രവൃത്തിയെ അറിയത്തില്ല, തന്റെ ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ട് ഇന്നും ഭയങ്കര അതിശയമായി നടത്തുന്ന അറിയത്തില്ല. പക്ഷേ മോവാബ് ദേശത്തിരിക്കുമ്പോഴും ഇവൾ എന്തോ പറയുന്നുണ്ട്. ദൈവം നടത്തിയ കാര്യങ്ങളും വഴികളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഈ കേൾക്കുന്നതുണ്ടല്ലോ, ഞാൻ എപ്പോഴും ഈ അപ്പച്ചന്റെ കാര്യം ഓർമ്മ വരുക. അപ്പച്ചൻ പറയും, സഹോദരന്മാരൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ അങ്ങ് കളയും. നിങ്ങൾ സഹോദരിമാരങ്ങനല്ല, ഞങ്ങളെ വെൾക്കോളെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന, നിങ്ങൾ സഹോദരിമാരങ്ങനല്ല, 2 ചെവി കൂടെ കേൾക്കും, 3ാമതൊരു ചെവി കളയാനില്ലാത്തതുകൊണ്ട് വായിക്കൂടം കളയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കേൾക്കണമേ, ഓർപ്പയും കേൾക്കുന്നുണ്ട്, രൂത്തും കേൾക്കുന്നുണ്ട്, നവോമി പറയുന്നുമുണ്ട്. പക്ഷെ ഓർപ്പയുടെ ചെവി കൂടെ കേട്ടിട്ട് ഇതിലെ കൂടെ വലിയ വിശ്വാസം ഉണ്ടായിട്ടാണ് നവോമി ഇത് പറഞ്ഞതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് പിന്നെ അവിടെ നിന്നേനെയല്ലോ. പക്ഷെ ദൈവം നടത്തിയത് എന്ത് ചെയ്യുന്നുണ്ട്? തനി ആവർത്തനം. പക്ഷെ രൂത്തിന്റെ ഹൃദയത്തിൽ ഈ വചനം അങ്ങനെ തന്നെയല്ല. ഈ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ലോഗോസ് റീമയായി മാറണം. ലോഗോസ് എന്തായി മാറണം? റീമയാകണം. ജീവനുള്ള വചനമായി അകത്തെ മാംസപ്പലകയിൽ തട്ടുന്നുണ്ട്. രൂത്തിന് ഓരോ പ്രാവശ്യം ഇത് തട്ടുക. ദൈവം തന്നെ ജനത്തെ വിടുവിച്ചത്, ദൈവം തന്നെ ജനത്തെ നയിച്ചത്, ഇതെല്ലാം കേൾക്കുമ്പോൾ രൂത്ത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുമ്പോൾ 2 ചെവിയിലൂടെ, എന്റെ ഭാഷയെ പറയും, ഒരുപോലെ കേട്ട ലോഗോസ് റീമയായിട്ട് രൂത്തിൽ പരിവർത്തനമുണ്ടായി. 1:6 പറയുന്നു, നവോമി പറയുകയാണ്, ദൈവം തന്റെ ജനത്തെ, യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് മോവാബ് ദേശത്ത് വെച്ച് കേട്ടപ്പോൾ മടങ്ങി വരാൻ മനസ്സ്. അപ്പം ഇല്ലാതിരുന്നപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ ദൈവം ജനത്തെ സന്ദർശിച്ച് എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല. സെൽഫോൺ ഒന്നും ഇല്ലായിരുന്നല്ലോ. ആഹാരം കൊടുത്തെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് അറിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുക. സ്തോത്രം. അവൾ അപ്പം കിട്ടുമെന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ നേരം മോള് പറഞ്ഞു, നിന്റെ ദൈവം ഇനി മുതൽ എന്റെ ദൈവമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. കേട്ട നിന്നയും കേട്ട പരിഹാസവും കേട്ട ദൂഷ്യം ഒക്കെ ഈ ദേശത്ത് വെച്ച് കേട്ടതായി രൂത്ത്. സ്തോത്രം. ഇനി നീ എങ്ങോട്ടാ പോന്നെ? മുമ്പേ അറിഞ്ഞിട്ടില്ലാത്ത ജനത്തിന്റെ നടുവിലോട്ടാ പോന്നെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ഇനി ഒരു മകനെ പ്രസവിച്ചിട്ട്, ഞാൻ പ്രസവിച്ചിട്ട് അവന് ഭാര്യയായിട്ട് നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ല കൊച്ച, നീ തിരിച്ചു പോ. ഇത് അമ്മാവിയമ്മ പറഞ്ഞപ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തു. അവൾ കേട്ടതായ ലോഗോസ് ഉള്ളിൽ റീമയായി വന്നപ്പോൾ അവൾ പറഞ്ഞു, ഭർത്താവല്ല വിഷയം. വൈരവ്യ വസ്ത്രം അണിയേണ്ടി വന്നപ്പോഴും നിന്ദകളും പരിഹാസങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വന്നപ്പോഴും അറിഞ്ഞ ലോഗോസ് റീമയായി അകത്തു വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവ്, ആ തിരിച്ചറിവ്, ഹല്ലേലൂയ, അവിടെ പാതകളെ ഉറപ്പിച്ചു. ഇനി പുറകോട്ടില്ല, ഇനി ഞാൻ പുറകോട്ടില്ല, ഇനി ഞാൻ പുറകോട്ട് പോകത്തില്ല. സ്തോത്രം. ഇനി മുതൽ നിന്റെ ദൈവമാണ് എന്റെ ദൈവം. നീ പോകുന്നിടത്ത് ഞാനും പോകും. നീ പാർക്കുന്നത് എവിടാണോ, എന്റെ സഹോദരി പോയി അല്ലെ പുറകോട്ട് പോയത് എനിക്ക് വിഷയമല്ല. ഞാൻ വരാൻ പോകുന്ന മുമ്പേ അറിഞ്ഞിട്ടില്ലാത്ത ദേശത്തേക്കാ, എന്റെ സ്വന്തം ജനത്തിന്റെ അടുക്കലല്ല. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, മിസ്രൈം എന്ന ഇരുമ്പുലിയുടെ നടുവിൽ നിന്ന് തന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടി തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന തേജോമയനായ ദൈവം
ചെങ്കടൽ വിഭാഗിച്ചത്, മാറയെ മധുരമാക്കിയത്, തീക്കൽ പറയുന്നു വെള്ളം കൊടുത്തത്, പകൽ മേഘസ്തംഭമായി നിന്നത്, രാത്രി അഗ്നിത്തൂണായി നിന്നത്. ഓരോരോ സംഭവങ്ങൾ നോക്കുമ്പോൾ ഒടുവിൽ വാഗ്ദത്തത്തിന്റെ ദേശത്ത് വിരലിൽ എണ്ണാവുന്നവർ മാത്രം എത്തിപ്പെട്ടത്, ദൈവത്തിനു വേണ്ടി നിന്നവരെ ദൈവം കനാനിൽ എത്തിച്ചത്, പറ്റി നിന്നവരെ ചേർത്തത്, ഇതെല്ലാം കേട്ടറിഞ്ഞത് റീമയായി മാറിയിട്ട് അവള് പറയാം, സ്തോത്രം. എനിക്ക് ഒത്തിരി ചിന്തിപ്പിച്ച ഒറ്റ വാക്യം, സ്തോത്രം, മരണത്താൽ അല്ലാതെ. വായിച്ചാട്ട്. മരണത്താൽ അല്ലാതെ വേർപിരിയാത്ത ഒരു ബന്ധം. എത്ര പേർക്ക് ആ ഒരു തീരുമാനത്തിലെത്താൻ കഴിയും? അവൾ ദൈവത്തിൽ ആശ്രയിച്ച്, നവോമിയിലല്ല ആശ്രയിച്ച്. നിന്റെ ദൈവമാണ്, നീയാണ് ഇനി എന്റെ അമ്മ. അതാണോ പറഞ്ഞേ? നിന്റെ ദൈവമാണ് ഇനി മുതൽ എന്റെ ദൈവം, ആ ദൈവത്തിന്റെ ദേശമാണ് ഇനി മുതൽ എന്റെ ദേശം. മരണത്താൽ അല്ലാതെ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് വേർപിരിയത്തില്ല. ഈ തീരുമാനം അവളെ ബോവസിന്റെ വയലിൽ എത്തിച്ചു. ജീസസ്. പ്രിയമുള്ളവരെ, ദൈവം എക്കാലത്തും വിശ്വസ്തന. ദൈവം പറഞ്ഞിട്ടല്ല പോയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാറുണ്ട്, എവിടൊക്കെ നീ നിന്ദിക്കപ്പെട്ടോ, എവിടൊക്കെ നീ ത്യജിക്കപ്പെട്ടോ, എവിടൊക്കെ നീ പരിഹസിക്കപ്പെട്ടോ, എവിടൊക്കെ നീ ഏതെല്ലാം തെരുവിലൂടെ, ഒരു മോർത്തേക്കായി ഏതെല്ലാം തെരുവിലൂടെ കരഞ്ഞലഞ്ഞുകൊണ്ട് നടന്നു, അതേ തെരുവിലൂടെ എല്ലാം വിജയശ്രീലളിതനായി ദൈവം അവനെ നടത്തി. ഒരു മോർത്തേക്കായി ഉപവസിച്ചതും കരഞ്ഞതും പ്രാർത്ഥിച്ചതും കുതിരപ്പുറത്ത് കയറാനല്ല, അവനെ കയറ്റുക എന്നുള്ള ദൈവിക നീതിയാ. വിശ്വസിച്ചോ? ബോവസിന്റെ പത്നീപദം അലങ്കരിക്കാമെന്നോ, അവന്റെ പേരിൽ കിടക്കുന്ന വയല് മുഴുവൻ എന്റെ പേര് വരുമെന്ന് പറഞ്ഞല്ല കാലാവർക്ക രൂത്തിറങ്ങിയത്. ലോഗോസ് റീമയായി മാറിയപ്പോൾ ദൈവത്തോടുള്ള ഭയമാണ് അവളെ ആ വയലിൽ ഇറക്കിയത്. ആ കളത്തിൽ കൊണ്ടുവന്നു. രാത്രി മുഴുവനും ബോവസിന്റെ പാതപിടത്തിൽ കിടന്നവൾക്ക് പ്രഭാതമായപ്പോൾ നല്ലൊരളവ് കൊടുത്തപ്പോഴും ദൈവം വിശ്വസന കേട്ടോ. 6 അടങ്ങടി കൊടുത്തു. ആളൊന്നിന് ദൈവം ഇടങ്ങടിയാ കൊടുക്കുന്നത്. 6 അടങ്ങടി വേണ്ട, 2 അടങ്ങടി കൊടുത്താ പോരെ. മകളോൻ എവിടെ? കില്ലിയോൻ എവിടെ? ഒരു വലിയ ചോദ്യമാണ് കേട്ടോ. എലിമേലെക്ക് എവിടെ? ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാ. ആളൊന്നിന് വെറും 2 അടങ്ങടി മതി. പക്ഷേ ഒറ്റ ചോദ്യമാവളെ. ഇത് അമ്മായിയമ്മയുടെ മുമ്പിലോട്ടാ കൊണ്ടുപോകുന്നത്. നവോമിയോടൊരു ചോദ്യം, എന്തിയവര്? അമ്മമാരോട് വലിയൊരു ചോദ്യമുണ്ട്, സഹോദരിമാരോട് വലിയ ചോദ്യമുണ്ട്, വേലക്കാരോട് വലിയൊരു ചോദ്യമുണ്ട്. എത്ര പേര് ഗ്രഹിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പ്രിയരെ, ദൈവത്തിന് ഒറ്റ കാര്യമുള്ളൂ. തോട്ടത്തിൽ നിന്നെ ആക്കിയത് വേല ചെയ്യാനും തോട്ടം സൂക്ഷിക്കാനുമാ. ഒന്ന് നീ സൂക്ഷിച്ചോണം, തോട്ടത്തെ ഭദ്രമായി സൂക്ഷിച്ചോണം. 2 വേല ചെയ്തോണം. സ്തോത്രം. അതിനാ ഏദനിലാക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഇടം കൊടുത്തത് കൊണ്ട് അവൻ കേറിയത്. അത് വെയിലാറുമ്പോ വരുമായിരുന്നല്ലോ, ഒന്ന് ചർച്ച ചെയ്യാമായിരുന്നല്ലോ. സഹോദരി, നീ എന്തുകൊണ്ട് വെയിലാറുമ്പോ വരുന്നേ? യഹോവയോട് പറഞ്ഞില്ല. സ്തോത്രം. തെറ്റായ മാർഗം കൂട്ടാളി കൂടെ പറഞ്ഞു കൊടുത്തു. സ്തോത്രം. നീ നിമിത്തം പാപം നിന്റെ തലമുറയുടെ വാതിക്കൽ. എത്ര പേര് ഗ്രഹിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി അമ്മമാരങ്ങനെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏശാവിന്റെ യാക്കോബിന്റെ അമ്മയോട് ചോദിച്ചാൽ സഹോദരങ്ങൾ തമ്മിൽ ഛിദ്രതയുണ്ടായതും, പ്രൈസ് ദി ലോർഡ്, മോൻ വീട് വിട്ടു പോയതും, ഇത്യസ്ത്രീകളെ ഏശാവ് വിവാഹം കഴിച്ചതും ഒക്കെ പിന്നെ കാരണം അമ്മയുടെ ഗൂഢതന്ത്രമാ. സഹോദരി, നീ പ്രാർത്ഥന പോരാളിയാണെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവിക പാതയിൽ റൂട്ട് തെറ്റാതെ യാത്ര ചെയ്യുന്നെങ്കിൽ, ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയാം, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചാൽ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കും. കാലാ പെറുക്കാൻ ഇറങ്ങിയവളെ കറ്റയ്ക്കും വയലിലും യജമാനത്തിയാക്കി മാറ്റി. രാത്രി മുഴുവനും ബോവസിന്റെ പാദപീഠത്തിൽ കിടന്നവൾ പ്രഭാതത്തിൽ നല്ലൊരളവുമായി ഭവനത്തിലേക്ക് പോയി. രാത്രിയുടെ യാമങ്ങളെ വേർതിരിച്ച് കരയുവാനും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ വന്നു കയറിയപ്പോൾ ബഹുമാന്യനായ ആദരണീയനായ ഡിസ്ട്രിക്ട് പാസ്റ്റർ ഒരു വാക്യം പറയുന്നത് കേട്ടു. മറിയ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, അവൾ പാദപീഠത്തിൽ ഇരുന്ന് പ്രാപിച്ച നല്ല അംശം ഒറ്റ വാക്യമാ. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് പിറകിൽ ഞാനത് പ്രസംഗിച്ചു. നല്ല അംശം.
എന്നെ ഏറ്റവും വലിയ പിടിച്ചു കുലിക്കാതെ എന്താണെന്നറിയാം? അത് അവളിൽ നിന്ന് ആർക്കും അപഹരിക്കാൻ കഴിയത്തില്ല. ഒരു നേതാക്കന്മാർക്കും കഴിയത്തില്ല, ഒരു രാജാക്കന്മാർക്കും കഴിയത്തില്ല, ഒരു മന്ത്രവാദികൾക്കും കഴിയത്തില്ല, ഒരു ശകുനവാദികൾക്കും കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ പാദപീഠത്തിലിരുന്ന് പ്രാപിച്ചെടുത്തതിനെ അപഹരിക്കാൻ കഴിയത്തില്ല. സഹോദരിമാരെ, പണിയാനും ഇടിച്ചു കളയാനും കരുത്തുള്ളവരാ നമ്മൾ. സ്തോത്രം. 12 ഗോത്രപിതാക്കന്മാരുണ്ടായിട്ടും ഇസ്രായേൽ ഗോത്രത്തെ പണിയാൻ ദൈവം ഉപയോഗിച്ചത് സ്തോത്രം 2 സഹോദരിമാരെയാ. അങ്ങനെയെങ്കിൽ ദൈവസഭകൾക്കകത്താണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിലും സ്തോത്രം, ഒരു രൂത്തിനെ പോലെ നിന്ദകൾ ഏറി വന്നപ്പോൾ, പരിഹാസങ്ങൾ ഏറി വന്നപ്പോൾ, വേദനകൾ ഏറി വന്നപ്പോൾ, മുമ്പേ അറിയാത്ത ജനത്തിന്റെ നടുവിലൂടെ പോകേണ്ടി വന്നപ്പോഴും സ്തോത്രം, ഉപദ്രവിക്കുന്നവരുള്ള വയലിനകത്ത് കതിരു പറിക്കാൻ ഇറങ്ങിയപ്പോഴും ബോവസ് പറഞ്ഞ 2:14 ഒരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ പൂർണ്ണമായി ആശ്രയിച്ചു വന്ന നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരുമെന്ന്. യഹോവയിൽ ആശ്രയിക്കുകയും, സങ്കീർത്തനക്കാരൻ പറയുന്ന യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും ഈ 2022 തീരുവോളും തുടർന്നുള്ള നാളുകളിലും ദൈവത്തെ ആശ്രയിക്കുന്നവരെ, ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ ചുറ്റും. രൂത്തിനെ പോലെ ഇറങ്ങാം ഈ വയലിലേക്ക്. ബോവസിന്റെ പാദപീഠത്തിൽ കിടന്നതുപോലെ രാത്രി മുഴുവനും ആ പാദപീഠത്തിൽ ഒന്ന് കിടക്കാം. പ്രഭാതമായപ്പോൾ നല്ലൊരളവ് പങ്കിട്ടു പോയതുപോലെ കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടാം. അതിതീവ്ര പരിശോധനകളുടെ നടുവിലും, വേദനകളുടെ നടുവിലും, തകർക്കപ്പെട്ടതിന്റെ നടുവിലും ദൈവം കരുത്തോടെ നിർത്തുവാൻ ദൈവം എനിക്ക് ശക്തി തന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ശക്തമായ രീതി പ്രതിബന്ധങ്ങൾ ജീവിതത്തിനെതിരെ കടന്നു വന്നപ്പോൾ കർത്താവിന്റെ വേലയിൽ ഇതുപോലെ ഒരഭിഷിക്തനോടൊപ്പം കർത്താവിന്റെ വേല ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ 24.5 വയസ്സിൽ എൻ്റെ കൂട്ടാളി കർത്താവിന്റെ ദാസൻ ദൈവസന്നിധി ചേർക്കപ്പെട്ടു ഒരു ആക്സിഡന്റിൽ. സ്തോത്രം. ലോകം മുഴുവൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇനി നിന്റെ ഭാവി എന്താകും? നാട്ടുകാരും വീട്ടുകാരും ദേശക്കാരും സ്വന്തക്കാരും പ്രിയപ്പെട്ടവരും ഒക്കെ ചോദിച്ചു, ഇനി ഭാവി എന്താകും? സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ മുമ്പിൽ പോലും നേരെ നിന്ന് സംസാരിക്കാൻ കഴിയാത്തതാണ് ഞാൻ. സ്തോത്രം. അദ്ദേഹം അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ കൃപ ലഭിച്ച ഒരാൾ. ഞാൻ ഒറ്റ കാര്യമേ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ആ കൃപ നീ എനിക്കിതാ. 2 പേരുടെ ഡ്യൂട്ടി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം. സ്തോത്രം. ഒരു പക്ഷേ വേദികളിലൊന്നും നിങ്ങൾ ആ കഥയൊന്നും കേട്ടിട്ടില്ലായിരിക്കാം. പ്രിയരെ, സ്തോത്രം, ഞാൻ ആ രാത്രി എൻ്റെ തമ്പുരാനോട് സ്തോത്രം ദൈവദാസനെ അടക്കിയതിനു ശേഷം ഹല്ലേലൂയ, സഭാ സംഘടനാ വ്യത്യാസം കൂടാതെ റൂമിനകത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ അടുത്ത റൂമിൽ പോയിരുന്നു ഞാൻ. ലോകം, നാട്ടുകാർ, വീട്ടുകാർ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഭാവി എന്താകും? ഇങ്ങോട്ട് കേട്ടത് അങ്ങോട്ട് ഞാൻ ചോദിച്ചു. സ്തോത്രം. പ്രഭാതയാമം 3:15 സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന സഹോദരിമാരുടെ ഉറപ്പിലൂടെ ഞാൻ പറയുക. സ്തോത്രം. സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. സ്തോത്രം. 3:15 ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. ഞാൻ മുഴങ്കാലിങ്ങനെ ഇരിക്കുക, കൈമലർത്തി ദൈവത്തോട് ഇതേ ചോദ്യം, കർത്താവേ, പിഞ്ചു കുഞ്ഞ് മാതാവ് അടുത്ത ആഴ്ച തന്നെ ഈ ഭവനത്തിൽ നിന്ന് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞ വാടക വീട്ടുകാരൻ, പ്രൈസ് ദി ലോർഡ്, ആ കായംകുളം ഭഗവതിപ്പടി മുതൽ ചാരുമൂട് വരെ 37 ഭവനങ്ങൾ അഭിഷിക്തനും സെക്രട്ടറിയും ഖജാൻജിയും മറ്റു പൈലനും പോയി ചോദിച്ചു. 24 വയസ്സുള്ള വിധവയായ പെൺകൊച്ചിനും സ്തോത്രം പാല് കുടിക്കുന്ന കൊച്ചു കുഞ്ഞിനും വിധവയായ അമ്മയ്ക്കും ഇവിടെ ഒന്നും വീടില്ല. സ്തോത്രം. ആരും തരാതിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഭാവി എന്താകുമെന്ന് കാണട്ടെ. എടുത്ത വേദപുസ്തകം വലിച്ചു കീറി കളഞ്ഞിട്ട് തിരിച്ചുവാ എന്ന് പറഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഈ പിഞ്ചു കുഞ്ഞുമായിട്ട് അവിടുത്തെ ബെഞ്ചേ കിടന്നാലും ഞാൻ എടുത്ത പുസ്തകം സത്യമാണ്, ഞാൻ അറിഞ്ഞ ദൈവം സത്യമാണ്. സ്തോത്രം. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ വചനം സത്യമാ. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ബെഞ്ചിൽ പോയി കിടന്നാലും ഈ പുസ്തകം വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ സംഘടനയുടെ നടുവിൽ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നാളത്തേക്ക് കഴിക്കുവാൻ അരിയില്ലെങ്കിലും പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഭൗതികതയ്ക്ക് വേണ്ടിയല്ല, ഭൗതികം വിട്ടാ ദൈവസന്നിധി വന്നത്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ. സ്തോത്രം. സ്വർഗത്തിൽ പോകണമെന്നൊന്നും ആഗ്രഹിച്ചല്ല,
എൻ്റെ പാപത്തിന് വേണ്ടി എനിക്ക് പകരം യാഗമ യൗവന രക്തം എനിക്ക് വേണ്ടി ഊറ്റി തന്നു. പ്രായച്ചിത്തമായ പ്രേമകാന്തനോടുള്ള ആഴമായ സ്നേഹമാ 24 അവിടെ നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ആ പ്രഭാതത്തിൽ 3:15 ഞാൻ കേൾക്കുക, ഞാൻ മുഴങ്കാൽ മടക്കി കൈമലർത്തി ഇങ്ങനെ കരയുമ്പോൾ ഞാനിരിക്കുന്ന പാർക്കുന്ന വാടക വീടിൻ്റെ ഞാൻ കാണുക സ്തോത്രം, തുറക്കപ്പെട്ട സ്വർഗം. ആകാശത്തിന് ഞാനിരിക്കുന്ന വടക്കേ ദിക്കിലോക്ക് ആകാശത്തിൽ വലിയൊരു, ഇന്ന് വരെ ഒരു വ്യക്തിയോട് പറയാൻ പറ്റാത്ത വലിയൊരു കോടി സൂര്യപ്രഭയോടുകൂടിയ കണ്ണ് അഞ്ചിപ്പോകുന്നതായ വലിയൊരു പ്രകാശം. അതിൻ്റെ നടുവിൽ പ്രാവ് പറന്നു വരുന്നത് പോലെ 7 മാലാഖമാര് ഭൂമിയിലോട്ട് പറന്നു വരുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കാണുക. സ്തോത്രം. മുഴങ്കാൽ മടക്കി ഒരു വിവശതയിൽ ആ പ്രഭാതത്തിൽ 3:15 ഞാൻ കണ്ട കാഴ്ച. സ്തോത്രം. ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ പറന്ന് ഭൂമിയിലേക്ക് വരികയല്ല, മറിച്ച് അവിടെ തന്നെ നിൽക്കുക. മധ്യത്തിലൊരാള്, 2 സൈഡിൽ 3 പേര്. സ്തോത്രം. ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ചെവിക്കകത്തോട്ട് നമുക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ വളരെ മൃദുവായ സ്വരത്തിൽ ഒരു പാട്ട് ഞാൻ കേൾക്കുക. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനന്. ഭാരമില്ല, ഭീതിയില്ല. അടുത്ത വാക്യം പറ, അടുത്ത വരി പറ. ഭാവിയെല്ലാം യേശു കരുതിക്കൊള്ളുവന്നു. നാട്ടുകാരും വീട്ടുകാരും ഇരു കുടുംബമല്ല, അമ്മയുടെ കുടുംബം, അപ്പന്റെ കുടുംബം, പ്രിയപ്പെട്ടവരുടെ കുടുംബം, ചാർച്ചക്കാരുടെ കുടുംബം, ബന്ധുമിത്രാദി കുടുംബം, സ്വന്തക്കാരുടെ കുടുംബം എടുത്തെറിഞ്ഞ് ചോദിച്ച ഒരു ചോദ്യം എന്നിൽ നിന്ന് അത് ഉയരത്തിലേക്ക് ചെന്നപ്പോ, ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനനെ, ഭാരമില്ല, തെല്ല് ഭീതിയില്ല, ഭാവിയെല്ലാം യേശു കരുതിക്കൊള്ളുമെന്നും. സഹോദരി, ഭാവി എന്താകുമെന്ന് ചോദിക്കുമ്പോൾ അത് തലമുറകളുടേതാകട്ടെ, ശുശ്രൂഷയുടേതാകട്ടെ, നമ്മുടേതാകട്ടെ, തമ്പുരാൻ പറഞ്ഞ ഭാവിയല്ലോ യഹോവയിൽ ആശ്രയിക്കുന്നവൻ. ഇന്നയോളം ദൈവം നിർത്തി. ഞാനായിരിക്കുന്ന ഭവനം ആരാധനയായി മാറി. ദൈവിക നീതി വെളിപ്പെട്ടു. ദൈവമഹത്വത്തിനായി പകൽ അറിയട്ടെ. ഇന്നയോളം ദൈവം നിർത്തി, മേലാലും ദൈവം നിർത്തും. ശക്തിയോടെ മുന്നോട്ട് പോവാം. ദൈവം